എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് പ്രവർത്തകരെ ഇളക്കിമറിച്ച് എറണാകുളം മറൈൻ ഡ്രൈവിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. മിനിമം വരുമാന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദരിദ്രരുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് പണം എത്തിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ വനിതാ സംവരണ ബിൽ പാസാക്കും. മോദി ഭരണത്തിലെ മുഴുവൻ കുറ്റകൃത്യങ്ങളും ഇല്ലാതാക്കും. വനിതകളുടെ സ്വാതന്ത്ര്യത്തെയും കേരളത്തിന്റെ സംസ്കാരത്തെയും ബഹുമാനിക്കുന്നുവെന്ന് ശബരിമല വിഷയത്തിൽ പ്രതികരണം. രാഹുൽ ഗാന്ധിയും UDF ഘടകകക്ഷി നേതാക്കളുമായി സീറ്റ് വിഭജനം ചർച്ച ചെയ്തു. കൂടുതൽ സീറ്റുകൾ ചോദിച്ചതായി കേരള കോൺഗ്രസ് മാണി വിഭാഗം. ലീഗിന് ചില ഡിമാൻഡുകളുണ്ടെന്ന് KPA മജീദ്. കേരള കോൺഗ്രസിൽ സീറ്റിനായി സമ്മർദ്ദം കടുപ്പിച്ച് PJ ജോസഫ്. പത്മനാഭസ്വാമി ക്ഷേത്രം പൊതുക്ഷേത്രമെന്ന് തിരുവിതാംകൂർ മുൻ രാജകുടുംബം സുപ്രീം കോടതിയിൽ. മാറ്റിയത് ഹൈക്കോടതിയിലടക്കം മുന്നോട്ട് വെച്ച വാദം. ഭരണാധികാരം തങ്ങൾക്ക് തന്നെയെന്നും മുൻ രാജകുടുംബം. B നിലവറ തുറക്കുന്നതിൽ തീരുമാനം പിന്നീടെന്ന് കോടതി. പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ജോർജ് ഫെർണാണ്ടസ് അന്തരിച്ചു. വിടവാങ്ങിയത് നിലപാടുകൾ കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ടു നിന്ന നേതാവ്. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരുതരുടെയും ശബ്ദമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി. പിറവം പള്ളിത്തർക്ക കേസ് പരിഗണിക്കാൻ തയ്യാറാകാതെ ഹൈക്കോടതി ജഡ്ജിമാർ. കേസ് പരിഗണിച്ച 4ാമത്തെ ബെഞ്ചും പിന്മാറി. ജസ്റ്റിസുമാരായ ഹരിലാലും ആനി ജോണും പിന്മാറിയത് കാരണം വ്യക്തമാക്കാതെ. 2019 കോൺഗ്രസ് അധികാരമേറ്റാൽ എല്ലാ പൗരന്മാർക്കും ദാരിദ്ര്യം കൂടാതെ ജീവിക്കാൻ ഉതകുന്ന മിനിമം വരുമാനം ലഭ്യമാക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. കുറഞ്ഞ വരുമാനം പോലും ഇല്ലാത്ത കുടുംബങ്ങൾക്ക് അവരുടെ അക്കൗണ്ടിൽ പണം ട്രാൻസ്ഫർ ചെയ്യുമെന്നതാണ് മിനിമം ഗ്യാരണ്ടി സ്കീമെന്ന് രാഹുൽ ഗാന്ധി കൊച്ചിയിൽ കോൺഗ്രസ് ബൂത്ത് നേതാക്കളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. നരേന്ദ്രമോദി പണക്കാർക്കും പാവപ്പെട്ടവർക്കുമുള്ള 2 വ്യത്യസ്ത ഇന്ത്യ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. 15ഓളം വരുന്ന മോഡിയുടെ ബിസിനസ് സുഹൃത്തുക്കൾക്കായി 3.5 ലക്ഷം കോടി രൂപ ചെലവഴിച്ചു. എന്നാൽ കർഷകർക്ക് വേണ്ടി 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മിനിമം ഗ്യാരണ്ടി സ്കീം നടപ്പാക്കി ഒരൊറ്റ ഇന്ത്യ സൃഷ്ടിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. What does a minimum income guarantee mean? I want to make that clear. A minimum income guarantee means that like the Mahatma Gandhi Narega promised and committed the right to work, and like the right to information committed the right to information, and like the food security bill guaranteed the right to food, Congress party government after 2019 is going to guarantee a minimum income to every single poor Indian. We are going to give every single poor Indian direct money in his bank account. It does not matter, my friends, listen to me carefully. It does not matter how much Narendra Modi tries. We are not going to allow 2 Indias. There is only going to be 1 India. 2019 അധികാരത്തിൽ വന്നാൽ വനിതാ സംവരണ ബിൽ നടപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി വാഗ്ദാനം നൽകി. പ്രധാനമന്ത്രി കൊണ്ടുവന്ന GST വൻ പരാജയമായി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ GST പുനഃസംഘടിപ്പിക്കും. I have said it before and I will say it again. The moment we come to power in 2019, we are going to restructure the Gabbar Singh tax and make it a real GST. പിണറായി വിജയൻ സർക്കാർ സ്വന്തം അണികളെ മാത്രമാണ് സംരക്ഷിക്കുന്നത്. പ്രളയകാലത്ത് മലയാളികൾ ഒരുമിച്ച് നിന്നു. സർക്കാർ കേരളം പുനർനിർമ്മിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവർ ഒന്നും ചെയ്തില്ല. കേരളത്തിൽ BJPയും CPIMും ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കേരളം ഒരുമിച്ച് നിൽക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. യുവാക്കൾക്കും കർഷകർക്കും എന്തു ചെയ്തു എന്ന് CPMനോട് ചോദിക്കുകയാണ്. ദില്ലിയിൽ നരേന്ദ്രമോദിയോട് ചോദിച്ച അതേ ചോദ്യം കേരള സർക്കാരിനോടും ചോദിക്കുകയാണെന്നും രാഹുൽ പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി. രാഹുൽ ഗാന്ധി തരംഗമാകുമോ? ഈ വിഷയത്തിൽ കോൺഗ്രസിന് വേണ്ടി ശ്രീ KV തോമസ് MP, CPIMന് വേണ്ടി ശ്രീ AN ഷംസീർ MLA, നിരീക്ഷകരായ പത്രപ്രവർത്തകൻ ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ ലാൽകുമാർ എന്നിവർ. ആദ്യം ശ്രീ AN ഷംസീർ, CPIMനും BJPക്കും കേഡർമാരുണ്ട്, പക്ഷേ ഞങ്ങളുടെ ഒപ്പം ജനങ്ങളുടെ ഹൃദയങ്ങളുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആത്മവിശ്വാസം. വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്താൻ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അത് വ്യക്തവുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഒരു തരംഗമായി മാറാൻ ഇടയുണ്ടോ? കേരളത്തിൽ അത് പ്രതിഫലിക്കുമോ? കേരളത്തിൽ ഒരു പ്രതിഫലനവും രാഹുൽ ഗാന്ധിയിൽ നിന്ന് സ്വീകരണത്തിന് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇവിടെ അഭിലാഷ് ചോദിച്ചു, രാഹുൽ ഗാന്ധി പറഞ്ഞു അത്രേ, ഞങ്ങളുടെ കൂടെ ജനങ്ങളുണ്ട്, ഞങ്ങൾക്ക് കേഡർമാറില്ല. ജനങ്ങൾ ഉള്ള പാർട്ടിയായിരുന്നു കോൺഗ്രസ് എങ്കിൽ 415 നിന്നും 44 രാഹുൽ ഗാന്ധിയുടെ വയസ്സിനേക്കാൾ കുറവാണ്
കോൺഗ്രസിൻ്റെ സീറ്റിൻ്റെ എണ്ണം ആ നിലയിലേക്ക് എന്തുകൊണ്ടെത്തി? ജനങ്ങളുണ്ടായിരുന്ന ഒരു കാലത്ത് കോൺഗ്രസ്സിന്. ആ ജനങ്ങൾ കോൺഗ്രസിനെ കൈവിട്ടു. കാരണം കോൺഗ്രസ് സാധാരണ ജനങ്ങളുടെ പാർട്ടിയാണെന്നായിരുന്നു അവർ ധരിച്ചു പോയത്, അവർ അബദ്ധത്തിൽ വിശ്വസിച്ചു പോയത്. പക്ഷെ കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ അനുഭവം, അവർ ജനങ്ങൾക്കെതിരായ ഭരണമാണ് നടപ്പിലാക്കുന്നത്. കോൺഗ്രസ് എപ്പോഴും പറയും ഞങ്ങൾ ആം ആദ്മി കി പാർട്ടി, സാധാരണക്കാരൻ്റെ പാർട്ടിയാണ് എന്ന്. പക്ഷെ കോൺഗ്രസ് ഭരിച്ചപ്പോഴെല്ലാം അവർ ആം ആദ്മി, സാധാരണക്കാരൻ മറന്നുപോയി എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. എന്തെല്ലാം വാഗ്ദാനങ്ങൾ അവർ വാരി വിളമ്പി ഓർമ്മയുണ്ടോ? ഒരുപക്ഷെ അഭിലാഷും നമ്മളൊക്കെ, അഭിലാഷ് ജനിച്ചു എന്നറിയില്ല, നമ്മളൊക്കെ ജനിച്ച് ചെറിയ പ്രായത്തിലായിരിക്കുമല്ലോ മറ്റു മുദ്രാവാക്യം. ഗരീബി ഹട്ടാവോ, ഗരീബി ഇല്ലാതായോ? ബേക്കാരി ഹട്ടാവോ, പരിഹരിക്കപ്പെട്ടോ? അപ്പം മുദ്രാവാക്യങ്ങൾ എല്ലാ കാലത്തും ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസിനൊരു പ്രൊഫഷണൽ ഗ്രൂപ്പുണ്ട്. ആ പ്രൊഫഷണൽ ഗ്രൂപ്പ് ഓരോ ഇലക്ഷനിലും ഓരോ മുദ്രാവാക്യം ഡിസൈൻ ചെയ്യുമെന്നല്ലാതെ അതിനപ്പുറത്ത് ജനങ്ങളുടെ നീഡ്, ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കോൺഗ്രസിനായില്ല എന്നതുകൊണ്ടാണ് കോൺഗ്രസ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായും വൈപ്പ് ഔട്ട് ആയിപ്പോയത്. ഇപ്പോൾ കോൺഗ്രസ് അവശേഷിക്കുന്ന സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലുണ്ട് കോൺഗ്രസ്, വസ്തുതയാണ്. ഇല്ല എന്ന ഫാക്ട് അംഗീകരിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, കോൺഗ്രസ് ഉണ്ട്. പക്ഷെ കോൺഗ്രസിന് 2004 അനുഭവമായിരിക്കും 2019 കേരളത്തിലുണ്ടാകാൻ പോകുന്നത്. ഒരു കോൺഗ്രസ്സുകാരൻ പോലും ജയിക്കാത്ത പാർലമെന്റ് ആയിരിക്കും 2019 കേരളത്തിലുണ്ടാവുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചോദിക്കുകയും ചെയ്യാം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ എൻ ഷംസീർ, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഒരു വലിയ പദ്ധതിയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഛത്തീസ്ഗഡിലും ഇന്ന് കേരളത്തിലുമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് മിനിമം ഇൻകം ഗ്യാരണ്ടി സ്കീമാണ്. അത് നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറലാണ് എന്ന് രാഹുൽ ഗാന്ധി ഇന്ന് എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതൊരു വലിയ പദ്ധതിയാണ്. എളുപ്പത്തിൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് നടപ്പാക്കാൻ കഴിയുന്നതല്ല. അതിന് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാകേണ്ടി വരും എന്നൊരവസ്ഥയുണ്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ അത് താങ്ങുമോ എന്ന് പോലും നമുക്കിപ്പോൾ അറിയില്ല. എങ്ങനെയാണോ നരേന്ദ്രമോദി 5 വർഷം മുൻപ് വാഗ്ദാനങ്ങൾ നൽകിയത്, അത് വേറൊരു വിധത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ ആ മാനറിൽ, ആ രീതിയിൽ അവതരിപ്പിക്കുകയാണോ? ഈ ഛത്തീസ്ഗഡിൽ ഇത് പ്രഖ്യാപിച്ചത് ശരിക്കും ഒരു പ്രീഎംറ്റീവ് ഒരു പ്രഖ്യാപനമായിരുന്നു. പ്രീഎംറ്റീവ് എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ BJPയോ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ദില്ലിയിലൊക്കെ ഈ അടുത്ത് എന്തെങ്കിലും ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകും. ഈ 10% മുന്നോക്ക സംവരണത്തെ കൂടാതെ അതൊരു വലിയൊരു പങ്കുവരെ BJPക്ക് പെട്ടെന്നൊരു ചെറിയ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ചെറിയൊരു ഒരു ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവർക്ക് അതൊരു ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് കൂടാതെ ഒരു വലിയ അനൗൺസ്മെൻറ്റ്, ഒരു ഫാം ലോൺ വേവർ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇൻകം സ്കീം, ബേസിക് ഇൻകം, അപ്പോൾ ഇതിലേതെങ്കിലും പ്രഖ്യാപിക്കും എന്നായിരുന്നു അഭ്യൂഹങ്ങൾ. പക്ഷേ അതിനെ പ്രിയംപ്റ്റ് ചെയ്തുകൊണ്ട് അവർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഇത് പ്രഖ്യാപിക്കുന്നത് വഴി എന്താണ് ഇംഗ്ലീഷിൽ പറയും സ്റ്റീൽസ് ദി തണ്ടർ എന്നൊക്കെ പറയും. ഇപ്പോൾ മോദിയുടെ ആ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ BJPയുടെ ആ പ്രഖ്യാപനത്തെ തന്നെ പ്രിയംപ്റ്റ് ചെയ്തുകൊണ്ട് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ BJP തന്നെ ഇത് പ്രഖ്യാപിച്ചാൽ അത് കഴിഞ്ഞ 5 വർഷം എന്തുകൊണ്ട് ചെയ്തില്ല? അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താണ് ഇപ്പോൾ BJPയുടെ പല പ്രോമിസുകളും ഫുൾഫിൽ ചെയ്യാത്ത? ശരി, അതല്ലാതെ രാഷ്ട്രീയമായി വേണമെങ്കിൽ അതൊരു നല്ല നീക്കമാണ് എന്ന് പറയാം. പക്ഷേ 2019 കോൺഗ്രസ് അധികാരത്തിൽ എത്തുകയും ഇത് നടപ്പാക്കുകയും വേണമല്ലോ. അപ്പോൾ ഇപ്പോൾ അമിത്ഷാ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ ചുനാവി ജുംല, അപ്പോൾ ജുംല ആണോ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കാണുന്നത് എന്നുള്ളതാണ് അതിലെ സംശയം. ഇത് ജുംല ആവാൻ തീരെ സാധ്യതയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു കാര്യം, അവർ ധൂർത്തടിക്കുന്ന, അവർ ഈ എന്താണ് കഴിഞ്ഞ UPA ടേമിൽ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിൻ്റെ പശ്ചാത്തലത്തിൽ പ്രണബ് മുഖർജി രണ്ടാമത് ചിദംബരം മാറി പ്രണബ് മുഖർജി ഫൈനാൻസ് മിനിസ്റ്റർ ആയപ്പോൾ എന്താണ് ഡെഫിസിറ്റ് സ്പെൻഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ബജറ്റിൻ്റെ കമ്മി 5% മുകളിൽ പോയി. അത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇൻഫ്ലേഷൻ, ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഏറ്റവും അവർക്കൊരു ഇൻഡയറക്റ്റ് ടാക്സ് തന്നെയാണ് ഈ ഇൻഫ്ലേഷൻ. കാരണം ഈ ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നത് ഇതുപോലെ ഡെഫിസിറ്റ് സ്പെൻഡിങ് ചെയ്ത് കമ്മി വർദ്ധിക്കുമ്പോഴാണ്, ധനകമ്മി വർദ്ധിക്കുമ്പോഴാണ്. അപ്പോൾ അതുപോലെ കോൺഗ്രസ് ഇങ്ങനെ ജുംല ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഇതിനെ എവിടെ നിന്ന് കാശ് വരും? മണി ഡസൻ ഗ്രോ ഓൺ ട്രീസ് എന്ന് പണ്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവർ പണം കായ്ക്കുന്ന മരമൊന്നുമില്ലാതെ ഇവർ പൈസ എവിടെ നിന്ന് കൊണ്ടുവരും? അപ്പോൾ ഇവർ വേറെ സ്കീമുകളിൽ നിന്ന് കട്ട് ചെയ്യുകയും വേറെ എന്താണ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതുപോലെയുള്ള പല സ്കീമുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ക്യാപിറ്റൽ സ്പെൻഡിങ് കട്ട് ചെയ്തിട്ടാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. അത് വലിയ തോതിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഭാരതത്തിന് ഉണ്ടാക്കും. ശ്രീ കെ വി തോമസ് മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ്. ശ്രീ കെ വി തോമസ്, എല്ലാ ഇന്ത്യക്കാർക്കും, എല്ലാ പാവപ്പെട്ട ഇന്ത്യക്കാർക്കും അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു
മിനിമം ഇൻകം ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് അത് നോക്കൂ, അത് അത്ര അധികം റിസോഴ്സസ് വേണ്ട, അത്ര അധികം പണം വേണ്ട ഒരു പദ്ധതിയാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് ചെയ്യാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ പ്രഖ്യാപനം നടത്തുന്നത് എങ്കിൽ അതെങ്ങനെ എന്ന് കൂടി പറയേണ്ടി വരില്ലേ? കോൺഗ്രസ് ഇതിനു മുമ്പും തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും അതിനുശേഷവും ധാരാളം ജനപ്രിയ പരിപാടികൾക്ക് രൂപം കൊടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കർഷകരുടെ കടം അത് എഴുതി ചേർത്തത് കോൺഗ്രസ് അല്ലേ? ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ അടുത്ത് വരുന്ന കടമാണെന്ന് എഴുതി തള്ളിയത്. ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നു. അന്ന് എല്ലാവരും ചോദിച്ചത് എങ്ങനെ നടപ്പിലാക്കും? അത് 1,25,000 കോടി രൂപ വേണ്ടത്. ഇത് എവിടെ നിന്നുണ്ടാവും എന്ന് ചോദിച്ചു. ഇന്നിപ്പോ ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കില്ലേ? അതുപോലെ തൊഴിൽദാന പദ്ധതി, എല്ലാവർക്കും തൊഴിൽ, നരേഗ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ എത്രയോ ഭംഗിയായിട്ട് നടപ്പിലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ പദ്ധതി. ഇന്ത്യയിലെ എല്ലാവർക്കും ഒരു നിശ്ചിത വരുമാനം ബാങ്കിൽ എത്തിക്കണം, അവർക്ക് ജീവിക്കാൻ. അതിന് ഇതിനുമ്പോ ഒത്തിരി സ്റ്റഡി നടന്നുണ്ട്. അപ്പൊ ഒരു പുതിയതായിട്ട് വന്നൊരു സംഭവമല്ല. നമുക്ക് ഇതിനുമ്പ് പല കമ്മിറ്റികളും, സുബ്രഹ്മണ്യം കമ്മിറ്റി ഉൾപ്പെടെ പഠനം നടത്തുകയും റിപ്പോർട്ടുകൾ വരികയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരു നിശ്ചിത വരുമാനം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തും. ബാങ്ക് അക്കൗണ്ട് തന്നെ ആശയം കൊണ്ടുവന്ന കോൺഗ്രസ് അല്ലേ, വേറെ ആരും അല്ലല്ലോ. ഓക്കെ, ഇവിടെ ശ്രീ കെ വി തോമസ്, ഒന്നാം UPA സർക്കാരിന്റെ അവസാന വർഷമാണ് കാർഷിക കടാശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചത്. അത് വിജയിക്കാൻ, അടുത്ത 2009 തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സഹായകരമായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതൊരു റൂളിംഗ് ഗവൺമെന്റിന്റെ ഒരു അവസാന വർഷത്തെ പ്രഖ്യാപനവും നടപ്പാക്കലുമായിരുന്നു. ഇതിപ്പോ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യും എന്നൊക്കെയുള്ള പ്രതീക്ഷ എത്രമാത്രം വസ്തുതാപരമായിരിക്കും? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് കാലഘട്ടത്തിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനകൾ, തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ, അതൊന്നും നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ തിരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ വരുന്നു. അപ്പൊ എന്തെങ്കിലും പുതിയ പ്രഖ്യാപനങ്ങൾ ചിലപ്പോൾ ഈ ബഡ്ജറ്റിൽ കൊണ്ടുവരുമായിരിക്കും. പക്ഷെ അവർക്ക് കഴിഞ്ഞ 4.5 വർഷക്കാലം ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, അപ്പൊ അതിന്റെ ഒരു റെപ്പറ്റീഷൻ ആണോ എന്നുള്ളതാണ്. അതിനെ നമ്മൾ ജുംല എന്നാണല്ലോ വിളിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത് BJPയുടെ ജുംല, ഇത് കോൺഗ്രസിന്റെ ജുംല, അങ്ങനെയാണോ? അല്ലല്ല, ഞങ്ങൾക്ക് ജുംല ഇല്ലല്ലോ. ഞങ്ങളുടെ ഏതാ ജുംല? പക്ഷെ ഞങ്ങളല്ലേ വിവരാവകാശ നിയമം കൊണ്ടുവന്നത്? വേറെ ആരാ കൊണ്ടുവന്നത്? ഞങ്ങളല്ലേ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്? ഞങ്ങളല്ലേ ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നത്? ഞങ്ങൾ കൊണ്ടുവരാത്ത പദ്ധതി ഞങ്ങൾ പറഞ്ഞത് ചെയ്യാവുന്നതേ പഴയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതിന്റെ റിസോഴ്സസിനെ കുറിച്ചും ഒക്കെ നല്ല കോൺഫിഡൻസോട് ആണ് ഞങ്ങൾക്കുള്ളത്. ശരി, ദയവായി തുടരുക. ശ്രീ ലാൽകുമാർ, AK ആന്റണിയെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ ഇത്രയും വലിയൊരു റാലി കണ്ടിട്ടില്ല എന്നൊക്കെയാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമുണ്ടാകും. പക്ഷേ എൻ്റെ ചോദ്യം, ഈ പറയുന്ന തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ കൊണ്ട് കൂടുതലായി പാർട്ടിക്കാരല്ലാത്ത സാധാരണ ജനങ്ങൾ കോൺഗ്രസിനെ സെലക്ട് ചെയ്യാൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. KC വേണുഗോപാൽ ഇന്നത്തെ പ്രസംഗത്തിൽ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, മധ്യപ്രദേശിലും രാജസ്ഥാനിലും കടമെഴുതി തള്ളുമെന്ന് പ്രഖ്യാപിച്ചു. അത് അധികാരമേറിയ മണിക്കൂറിൽ തന്നെ നടപ്പാക്കിയെന്ന്. അതുപോലെ ഈ മിനിമം ഇൻകം ഗ്യാരണ്ടി സ്കീമും 2019 ഒരു കോൺഗ്രസ് സർക്കാർ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് നൽകുന്ന വാഗ്ദാനം. ഇത് വളരെ അനായാസമായി ജനങ്ങളിലേക്ക് വിനിമയം ചെയ്യപ്പെടും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതൊരു പ്രപ്പോസ്റ്റസ് പ്രൊപ്പോസിഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബേസിക് മാക്രോ എക്കണോമിക്സിന്റെ ഒന്നും അറിയാതെ രാഹുൽ ഗാന്ധി സംസാരിച്ച പോലെ എനിക്ക് തോന്നി. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഇപ്പൊ 3.5% നിൽക്കുന്നത്. ഫിസിക്കൽ ഡെഫിസിറ്റ് 3.3 എത്താനായിട്ട് ഇവിടെ നമ്മൾ ഒരുപാട് ശ്രമം നടത്തിയിട്ട് നടക്കാതെ നമ്മുടെ ഡെഫിസിറ്റ് 3.5 ഈ പറയുന്ന മാക്രോ എക്കണോമിക് പ്രൂഡൻസ് നമുക്ക് ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒന്ന്. പിന്നെ ഇങ്ങനൊരു കാര്യം കൊടുക്കുക എന്നിരിക്കട്ടെ, ഇങ്ങനെ കൊടുക്കാൻ അവർ തീരുമാനിക്കുക. ദാറ്റ് ഈസ് ഹൈലി ഇൻഫ്ലേറ്ററി. ആൾക്കാരിലേക്ക് പൈസ ചെല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഇല്ല. ആ ഇൻഫ്ലേഷൻ കൂടുകയും ഹോൾസെയിൽ കൺസ്യൂമർ പ്രൈസിൽ അത് ഇൻഫ്ലേറ്ററി ആകുകയും അത് അവസാനം അവർ തന്നെ കൂടുതൽ പേ ചെയ്യേണ്ടത്, പാവപ്പെട്ടവന് കൂടുതൽ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യത്തുള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ ചെയ്ത പോലെ അഗ്രേറിയൻ സെക്ടറിൽ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാക്കണം. ആ സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാക്കാതെ ഒരു കാര്യവും നടക്കില്ല. കർഷകന് യഥാർത്ഥത്തിലുള്ള ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കാര്യം ഉണ്ടാകണം. അല്ലാതെ ഇവർ പറഞ്ഞ വേവിയർ, ലോൺ വേവിയേഴ്സ്, ദീസ് ഓൾ ആർ ഫൂളിഷ്നെസ്.
ഇത് ഒരിക്കലും ഒരു മാക്രോ എക്കണോമിക് പ്രൂഡൻസിനെ കാണിക്കുന്നതല്ല. അത് അധികം നാൾ തുടരാൻ പറ്റില്ല. ഇത് ഉറപ്പായിട്ടും ജുംലയാണ്. ആ ജുംല നാട്ടുകാർക്ക് മനസ്സിലാവില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ലോൺ വേവിയർ ഇമ്മീഡിയറ്റ് റിലീഫാന്ന് പറയും. പക്ഷേ എത്ര നാൾ നമ്മുടെ ഇമ്മീഡിയറ്റ് റിലീഫായിട്ട് പോകുന്നു? നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ എപ്പോഴും ഇമ്മീഡിയറ്റ് റിലീഫിന് വേണ്ടിയിട്ട് മാത്രമേ പോയിട്ടുള്ളത്. കർഷകന്റെ പ്രശ്നം എന്തെങ്കിലും സോൾവ് ആയിട്ടുണ്ടോ? ഒരിക്കലും സോൾവ് ആയിട്ടില്ല. ഒരു പെർമനന്റ് സ്റ്റേജിലേക്ക് പ്രശ്നങ്ങൾ മാറ്റി സോൾവ് ആക്കണമെങ്കിൽ ഇമ്മീഡിയറ്റ് റിലീഫാണ് തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുക. ഇവിടെ മെയ് മാസത്തിൽ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഞാൻ 2009 ഉദാഹരണം പറഞ്ഞല്ലോ. അന്ന് എങ്ങനെയാണോ ഫാം ലോൺ വേവർ പ്രവർത്തിച്ചത്, അതേമാതിരി ഇവിടെ ഈ ഇൻകം ഗ്യാരണ്ടി സ്കീം പ്രവർത്തിക്കണമെന്ന ആഗ്രഹം രാഹുൽ ഗാന്ധി കൊണ്ട് നടക്കുമോ എന്നുള്ളതല്ല, പക്ഷെ അത് ന്യായമായ ഒരു ആഗ്രഹമാണല്ലോ. അതെ 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 അത് അഭിലാഷ് പറഞ്ഞത് റീസണബിൾ ഒബ്സർവേഷൻ ആണ്. കാര്യം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രങ്ങൾ വിടുക എന്ന് പറയും. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ടാഗ് ലൈൻസ് വിടുകയാണ്. ഗരീബി ഹട്ടാവോ എന്ന് സഖാവ് ഷംസീർ പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളതാണ്. 2014 മോഡിജി ചെയ്ത അതാണ്. അത് എനിക്ക് 60 മാസം തരൂ, ഒരു സ്വപ്നം ഒരു ജനതയ്ക്ക് വിൽക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ സ്വപ്നം നടക്കുന്നതാണോ? ഇത് നമ്മൾ അമേരിക്കൻ ഇലക്ഷൻ വരെ നമ്മൾ കണ്ടാണ്. ഒബാമ ഇത് തന്നെ ചെയ്ത് ഒബാമ സാഡ്ലി പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിട്ട് മാറുന്നത് നമ്മൾ കണ്ടാണ്. കാര്യം ബിക്കോസ് ഹി ഹാസ് സോൾഡ് എ ഡ്രീം. അങ്ങനെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. ഇന്ത്യൻ ജനതയുടെ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവരോട് ആത്മാർത്ഥമായി കണക്ട് ചെയ്യാനുള്ളതാണ് ശരി. അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങളിനകത്ത് നമ്മൾ പറഞ്ഞില്ല, ആന്റി മോഡി വികാരം നിൽക്കുന്നതുകൊണ്ട് അതിനെ പ്രോ കോൺഗ്രസ് ആയിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഇവിടെ ഉണ്ട്. അങ്ങനെയല്ല, ആ സാധനം കേരളത്തിൽ വർക്കാവുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാര്യം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഗവൺമെന്റ് ഉണ്ട്. അവിടെ ഒരു എക്കണോമിക് പ്രൂഡൻസ് ഉള്ള അല്ലെങ്കിൽ അഗ്രേറിയൻ പ്രൂഡൻസ് ഉള്ള ഒരു സ്ഥലമാണ്. വളരെ സമചിത്തതയോടുകൂടി സംസാരിക്കണതായിരുന്നു രാഹുൽ ഗാന്ധിജി. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ അഭിലാഷേ. അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് എഡ്യൂക്കേഷൻ സെക്ടറും ഹെൽത്ത് കെയർ സെക്ടറും ഒക്കെ കേരളത്തിൽ മോശമാണെന്ന് എനിക്ക് തോന്നിയത് അദ്ദേഹം പറഞ്ഞത് UP-യിലേക്ക് എഴുതിയ ഒരു പ്രസംഗം UP എന്നുള്ളത് മാറ്റി കേരള എന്ന് ആഡ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവിടുത്തെ എഡ്യൂക്കേഷൻ സെക്ടറിനെ കുറിച്ചും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിനെ കുറിച്ചും ഇൻഡെക്സുകൾ എത്രയും മെച്ചപ്പെട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ പല ഇൻഡെക്സും ഈസ് ആക്ച്വലി കമ്പയറബിൾ ടു ന്യൂയോർക്ക്. അത്രയും നല്ല ഇൻഡെക്സിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുമായിട്ട് അദ്ദേഹം എങ്ങനെ ആ വാക്കുകൾ ഉപയോഗിച്ചു തന്നെ ഈ രണ്ട് സെക്ടറിലും പബ്ലിക് ഹെൽത്തിലും പബ്ലിക് എഡ്യൂക്കേഷനിലും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും ഒടുവിലും അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡി വന്നിരുന്നു. അതവിടെ നിൽക്കട്ടെ. ശ്രീ AN ഷംസീർ, തെരഞ്ഞെടുപ്പിൽ മുദ്രാവാക്യങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഇനിയിപ്പോ ഈ മുദ്രാവാക്യം കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചില്ല. ഈ മിനിമം ഇൻകം ഗ്യാരണ്ടി സ്കീം കേരളത്തിനൊരു വിഷയമല്ല എന്ന് തന്നെ എടുത്തോളൂ. അപ്പോഴും എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചോദ്യം? അത് നരേന്ദ്രമോദിയുടെ ഭരണം തുടരണോ, പുതിയൊരു ഭരണം വരണമോ എന്നുള്ളതാണല്ലോ. കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു BJP ഇതര സർക്കാർ വരില്ല, ഇനി അതൊരു സാധ്യതയല്ല എന്ന് നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള മിനിയാന്ന് എന്നോട് പറഞ്ഞതാണ്. ഇന്നലെ ആ ഇന്റർവ്യൂ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമായും SRP പറയുമ്പോൾ CPIM-ന്റെ സെൻട്രൽ ലീഡർഷിപ്പിന്റെ മാറ്റാനാവാത്ത ചിന്തയായിരിക്കുമല്ലോ. അത് നമുക്കറിയാവുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ഇവരാണല്ലോ സെന്റർ സ്റ്റേജിൽ. അതെ അഭിലാഷ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലോക്സഭാ മണ്ഡലങ്ങൾ 543 543-ൽ 106 ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമാണ് 1-to-1 ഫൈറ്റ് നടക്കുന്നത്. കോൺഗ്രസ് വേഴ്സസ് BJP 106 ലോക്സഭാ മണ്ഡലങ്ങൾ. ബാക്കി 437 ലോക്സഭാ മണ്ഡലങ്ങളിൽ മൾട്ടിപോളാർ ഫൈറ്റാണ്. അതിൽ 437-ൽ കോൺഗ്രസ് ഡിസൈസീവ് പോലും അല്ലാത്ത മണ്ഡലങ്ങളുണ്ട്. കോൺഗ്രസ് ജസ്റ്റ് ഒരു സെയ്ക്കിന് മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ 2019 ഫോം ചെയ്യാൻ പോകുന്ന ഗവൺമെന്റിൽ മേജർ പ്ലെയർ കോൺഗ്രസ് ആണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. കോൺഗ്രസ് മേ ബി ഇൻ ദ ഗവൺമെന്റ് ഉണ്ടായിരിക്കാം, പക്ഷേ കോൺഗ്രസ് ആയിരിക്കില്ല മേജർ പ്ലെയർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 100-ലധികം സീറ്റുകൾ നേടാൻ 2 പാർട്ടികൾക്കേ കഴിയൂ. ഒന്ന് BJP-ക്ക്, 2 കോൺഗ്രസിന്. അപ്പോൾ BJP-യോ കോൺഗ്രസോ ഇല്ലാത്ത മേജർ പ്ലേയേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? ഒന്നുകിൽ BJP അല്ലെങ്കിൽ കോൺഗ്രസ്. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് 2019 എയിം ചെയ്യേണ്ടത് PM കാൻഡിഡേറ്റ്ഷിപ്പിനല്ല. 2019 അവരുടെ ടാർഗറ്റ് ഷുഡ് ബി ടു അവോയ്ഡ് BJP ആൻഡ് ടു ഫോം എ സെക്യുലർ ഗവൺമെന്റ്. അതായിരിക്കണം അവരുടെ സ്ട്രാറ്റജി. അല്ലാതെ 2019 തന്നെ PM-ലേക്ക് വേണ്ടി വാരിപ്പിടിക്കാൻ നിന്നാൽ വീണ്ടും BJP-യുടെ കയ്യിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി പേഷ്യൻ ഗെയിമാണ് 2019 കളിക്കേണ്ടത്. അല്ലാതെ ഞങ്ങളിതാ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് എത്രമാത്രം മെറ്റീരിയലൈസ് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് കടുത്ത ആശങ്കയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം BJP മാറണമെന്ന കാര്യത്തിൽ CPIM-ന് ഡബിൾ സ്റ്റാൻഡ് ഇല്ല എന്ന് നിങ്ങൾക്കറിയാലോ.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2004 ഞങ്ങൾക്ക് എവർ ഇൻ ദ ഹിസ്റ്ററി ഞങ്ങൾക്ക് ഏറ്റവും വലിയ സീറ്റുകൾ കിട്ടിയ ലോക്സഭയായിരുന്നു 2004 ലോക്സഭ. ഞങ്ങളാണല്ലോ UPA എന്ന മുന്നണി, ഞങ്ങളുടെ നേതാവ് സുർജിത്താണല്ലോ മുന്നണി ഉണ്ടാക്കി കൊടുത്തത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നോൺ BJP ഗവൺമെന്റ് ഉണ്ടാവണം, സെക്യുലർ ഗവൺമെന്റ് ഉണ്ടാവണം. ആ സെക്യുലർ ഗവൺമെന്റ് ഉണ്ടാകുമ്പം ആ സെക്യുലർ ഗവൺമെന്റിൽ ഇന്നത്തെ സാഹചര്യത്തിൽ 2004 നിന്നും 2019 എത്തുമ്പം കോൺഗ്രസിന് ഒരുപാട് ഡൗൺഫോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സദേൺ ഇന്ത്യയിൽ 131 ലോക്സഭാ സീറ്റാണ്. ഈ 131 ലോക്സഭാ സീറ്റിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും? ആന്ധ്ര കോൺഗ്രസ് ഡിസൈസീവ് അല്ല, തെലങ്കാന കോൺഗ്രസ് അല്ല, തമിഴ്നാട് കോൺഗ്രസ് ഇല്ല, കേരളത്തിലുണ്ട്. കേരളത്തിൽ പറയുമ്പം കേരളത്തിൽ ലെഫ്റ്റ് നല്ല നിലയിൽ പെർഫോം ചെയ്യുമെന്ന് മാത്രമല്ല 2004 സമാനമായ റിസൾട്ട് ആയിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. കർണാടകയിൽ ഇപ്പൊ നടക്കുന്ന ഗെയിം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. കർണാടകയിൽ ഇപ്പൊ നടക്കുന്ന പൊളിറ്റിക്സ് അത് മാത്രമല്ല. ഇന്നലെ അദ്ദേഹത്തിന്റെ CM-ന്റെ കമന്റ് ഞാൻ കേട്ടു, ഇങ്ങനെ എനിക്ക് പോകാൻ പറ്റില്ല എന്ന രീതിയിൽ കണ്ടു. ശിവകുമാറിന്റെ പണത്തിന്റെ ഫലത്തിൽ മാത്രമാണ് കർണാടകയിൽ കോൺഗ്രസ് ഇപ്പോൾ സർവൈവ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവണം. ഇവിടെ നേരത്തെ ലാൽ സൂചിപ്പിച്ചതുപോലെ ഈ ചെവികടിയന്മാരുടെ നിന്നും ഇദ്ദേഹം മോചനം നേടണം രാഹുൽ ഗാന്ധി. ഈ സൈക്കോഫാൻസിന് ചുറ്റുമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉള്ളത്. മുഖസ്തുതി പറച്ചിലുകാരുടെ മുന്നിൽ നിന്നും അദ്ദേഹം മോചിതനായി കാര്യങ്ങൾ റിയലിസ്റ്റിക്കായി സമീപിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ്. ഏത് നേതാവും ആയിക്കോട്ടെ. ഇപ്പൊ കേരളത്തിൽ ഒരു അൺസർട്ടനിറ്റി ഇല്ല. കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന 20 പേരും BJP-ക്കെതിരെ സ്വാഭാവികമായി ഇടതുപക്ഷത്തിലുണ്ട്. ഞാൻ വരാം. പക്ഷെ KV തോമസ് ഇപ്പോഴേ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ എന്ത് എന്ന് പറയേണ്ടതില്ല കോൺഗ്രസ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിക്ക് ബദലായി ആര് സർക്കാർ ഉണ്ടാക്കും എന്നുള്ള പോരാട്ടമാണ് എങ്കിൽ ഇപ്പോഴേ കോൺഗ്രസ് ഞങ്ങൾ അധികാരത്തിലെത്തുമെന്നോ പ്രധാനമന്ത്രിയായി ഇന്നയാൾ വരുമെന്നോ പൊസിഷൻ ചെയ്യേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെടുന്ന നിങ്ങളുടെ രാഷ്ട്രീയ സുഹൃത്തുക്കളുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം, ഫോൺ കട്ടായി എന്ന് തോന്നുന്നു. ശ്രീ ആനന്ദ്, നമ്മൾ ഈ ജുംലയെ കുറിച്ചൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ഹിന്ദി ഹൃദയഭൂമിയിൽ തിരിച്ചു വരാനുള്ള ഒരു വലിയ അവസരമാണ്. അത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും അവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ ഈ ലോൺ വൈവറിന് ഒരു പ്രാധാന്യം ഉണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ലോൺ വൈവർ അവർ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്ത കാര്യമാണ്. ഛത്തീസ്ഗഡിലും അതേ നിലയ്ക്ക് തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു പദ്ധതി, അതിൻ്റെ ഈ പറയുന്ന പ്രത്യാഘാതങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതും എന്ത് തന്നെ ആകട്ടെ, പക്ഷേ അതൊരു മുദ്രാവാക്യം എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു മൊമെന്റം ഉണ്ടാക്കാൻ പര്യാപ്തമാണോ? ലോൺ വേവർ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഒരു വലിയ ജനതയെ ഒരു വലിയ ശതമാനം ആൾക്കാരെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് മോദി ഗവൺമെൻറ് അധികാരത്തിലേറ്റപ്പോൾ തുടങ്ങിയതാണ്. അവർ ഡിമോണിറ്റൈസേഷൻ അതിൻ്റെ ആക്കം കുറച്ചുകൂടി കൂട്ടി. ഇന്ത്യയുടെ ഇൻഫോർമൽ ഇക്കോണമിയെ അടിച്ചു തകർത്ത ഡിമോണിറ്റൈസേഷൻ, പിന്നെ കാർഷിക മേഖലയ്ക്ക് വളരെ കാലമായി ഇപ്പോൾ UPA-യുടെ ടൈമിൽ പോലും MSP മിനിമം സപ്പോർട്ട് പ്രൈസുകൾ കൂട്ടി. പക്ഷേ എന്നാൽ പോലും പിന്നെ നരേഗ അത് ഒരു പരിധിവരെ പല ആൾക്കാർക്കും ഒരു സബ്സിസ്റ്റൻസ് ഉണ്ടാക്കി. പക്ഷേ എന്നാലും കാർഷിക മേഖലയ്ക്ക് അടിസ്ഥാനപരമായി അവർക്ക് പ്രൈസുകൾ കിട്ടുന്നില്ല. അവർക്ക് പെറിഷബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഇതിന് അവർക്ക് വിൽക്കാൻ പോലും അവർക്ക് APMC ആക്ട് ഒക്കെ ഉള്ളത് കാരണം കർഷകർക്ക് അവർക്ക് ന്യായമായ വില കിട്ടുന്നില്ല. പിന്നെ ഈ അന്താരാഷ്ട്ര കരാറുകൾ, അങ്ങനെ കാർഷിക മേഖല പൂർണ്ണമായും ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പല ആൾക്കാർക്കും അടുത്ത അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത അവസ്ഥയിൽ കാർഷിക ലോൺ അല്ലെങ്കിൽ ഫാം ലോൺ വേവർ അത് എല്ലാ സംസ്ഥാനങ്ങളിലും, അതിപ്പോൾ ഇനിയിപ്പോൾ നാഷണലി കോൺഗ്രസ് അവരുടെ മാനിഫെസ്റ്റോയിൽ എന്താണ് ഉൾപ്പെടുത്തുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. പക്ഷേ അങ്ങനെ ഒരു വേവർ അതൊരു വലിയ ശതമാനം ആൾക്കാർക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും. അവർ അതിൻ്റെ ബേസിസിൽ അവർ വോട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെ മിനിമം ഇൻകം ഇതിപ്പോൾ യൂണിവേഴ്സൽ ആയിരിക്കില്ല, ഇതൊരു ടാർഗറ്റഡ് ആയിരിക്കും. അവിടെ നമുക്കിതിനകത്ത് രാഷ്ട്രീയ ഇപ്പോൾ അഗ്രേറിയൻ ക്രൈസിസോ റൂറൽ ഡിസ്ട്രസോ ഒക്കെ ഇന്ത്യയെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ ലാൽ സൂചിപ്പിച്ചതുപോലെ സ്വപ്നങ്ങൾ വിൽക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായി രാഹുൽ ഗാന്ധിക്ക് സ്വയം അവതരിക്കാൻ കഴിയുകയും അത് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ ആരായുന്നത്.
അതെ, ഇത് എന്താണ് രാഹുൽ ഗാന്ധി ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ജുംല ആവാതിരിക്കാനാണ് സാധ്യത. അപ്പോൾ ലാൽകുമാർ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം ഞാൻ യോജിക്കുന്നു. ഫിസ്ക്കൽ പ്രൂഡൻസ് കാണിക്കണം. എന്താണ് ഈ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ഇൻഫ്ലേഷൻ ഈ പറയുന്ന ഇപ്പോൾ 1500 എത്രയാണ് ഇനിയിപ്പോൾ നിശ്ചയിക്കുന്നതെന്ന് അറിയില്ല. 1000 രൂപയാണെങ്കിൽ പോലും ആ ഒരു എന്താണ് അത് വൈപ്പ് ഔട്ട് ചെയ്യുന്ന തരത്തിൽ ഇൻഫ്ലേഷൻ വർദ്ധിക്കും. ഇപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3.3-ൽ നിന്ന് 5-ന്റെ മുകളിലേക്കൊക്കെ പോയാൽ. കാരണം ആ ധനക്കമ്മി അത് അങ്ങനെയാണ് ഈ റേറ്റിംഗ് ഏജൻസികളും അല്ലെങ്കിൽ അന്താരാഷ്ട്ര അങ്ങനെയാണ് ഈ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഇതുപോലെ പല സ്കീമുകളും അവർ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതൊക്കെ പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്നാലും അവർ ഇതൊക്കെ നടപ്പാക്കാൻ നോക്കിയാൽ അല്ലെങ്കിൽ ഇത് ഒരു പെർസെൻറ്റേജ് ഇതിൻ്റെ ഒരു എത്രയാണ് ഇവർ പ്രഖ്യാപിക്കുന്ന പല കാര്യങ്ങളും നടത്താൻ നോക്കിയാൽ ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വിൽ ഗോ ഫോർ എ ടോസ് എന്നൊക്കെ പറയുന്ന പോലെ ആ പിടിച്ചാൽ കിട്ടാത്ത പോലെ 2011 തൊട്ട് 13 വരെ സംഭവിച്ചതുപോലെ ഇന്ത്യയുടെ ഇക്കോണമി തകർന്ന് തരിപ്പണമാകാനാണ് സാധ്യത. പിന്നെ ഇവർ ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഇപ്പോൾ ഒരു ആൾക്കാർക്ക് വലിയ ആശ്വാസമായിട്ട് തോന്നുന്നുണ്ടാവും. കാരണം എന്താണ് ഇന്ത്യയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോഴും ഈ പണക്കാരെ അപേക്ഷിച്ച് വളരെ ഇനീക്വൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. 1971 ഇന്ദിരാഗാന്ധി ഗരീബി ഹട്ടാവോ പ്രഖ്യാപിച്ച് ഇപ്പം 48 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഒരു സർക്കാർ ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രഖ്യാപിക്കുന്നത്. ഈ ബാങ്ക് അക്കൗണ്ടുകൾ തന്നെ കോൺഗ്രസ് ആണ് ഇതിനെ ഇനീഷ്യേറ്റ് ചെയ്തതെങ്കിലും ഈ ബാങ്ക് അക്കൗണ്ട് ഇത്രയും വ്യാപിപ്പിക്കുന്നതിൽ BJPക്കും ഒരു പങ്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഈ മോദി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഇനിയിപ്പോൾ മോദി ഗവൺമെൻറ് ആലോചിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷാ ഇപ്പോൾ ആലോചിക്കുന്നത് അവർക്ക് എന്തുകൊണ്ട് ഇതുപോലെ ഒരു സ്കീം പ്രഖ്യാപിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഈ ജൻധൻ അക്കൗണ്ടുകൾ തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ആൾക്കാരുടെ അക്കൗണ്ടിൽ ഒരു 1000 രൂപ നിക്ഷേപിക്കാനുള്ള ഒരു ഇൻസെൻറ്റീവ് കൊടുത്ത് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആൾക്കാർ ഈ എന്താണ് അല്ലെങ്കിൽ ആൾക്കാർ ക്യൂ നിന്നേനെ ഈ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കാൻ വേണ്ടി. ആ കാലത്തൊന്നും അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ആയിട്ടാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ശരി, നടക്കാൻ പോകുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി പക്ഷെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ശ്രീ ലാൽകുമാർ, ഒരു ബജറ്റിന് ഏതാനും ദിവസം മുൻപാണ് ഇങ്ങനൊരു പ്രഖ്യാപനം എന്നോർക്കണം. പ്രധാനമന്ത്രി ഇവിടെ 2 സ്ഥലത്ത് വന്നപ്പോഴും തൃശ്ശൂരിൽ വന്നപ്പോഴും കൊല്ലത്ത് വന്നപ്പോഴും അദ്ദേഹം ഓരോ കാര്യങ്ങൾ ജൻധൻ ആകട്ടെ, ഫസൽ ബീമ യോജനയാകട്ടെ, ഉജ്ജ്വല സ്കീമാകട്ടെ ഓരോന്ന് എണ്ണി പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അന്തരീക്ഷത്തിലുള്ള ആ 15 ലക്ഷത്തിൻ്റെ കാര്യം, അതല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് നേരിട്ട് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് ഒറ്റ നോട്ടത്തിൽ വളരെ നല്ലതാണെന്ന് തോന്നുന്ന ഒന്നാണ്. അതിൻ്റെ ഈ പറയുന്നത് മാതിരിയുള്ള പ്രത്യാഘാതങ്ങൾ എന്ത് തന്നെയായാലും എൻ്റെ അക്കൗണ്ടിലേക്ക് പണം എത്തും, അല്ലെങ്കിൽ സർക്കാർ എനിക്ക് പണം മറ്റ് ആനുകൂല്യങ്ങൾ എന്നുള്ള നിലയ്ക്കല്ല പണമായി ആനുകൂല്യം നൽകും എന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു തിരയിളക്കം, അതല്ലെങ്കിൽ ഒരാളെ സംബന്ധിക്കുന്ന സന്തോഷം വളരെ വലുതാണ്. ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ ബജറ്റിൽ ഈ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ BJP പ്രഖ്യാപിക്കാനിരുന്നതാണ് എങ്കിൽ ഇത് വളരെ കാലെ കൂട്ടി അടിച്ച ഒരു നല്ല ഒന്നാന്തരം രാഷ്ട്രീയ ഗോളായി മാറില്ലേ? ഓഫ് കോഴ്സ് ഇതൊരു നേരത്തെ അദ്ദേഹം പറഞ്ഞ ഇറ്റ്സ് എ പ്രിയംറ്റീവ് സ്ട്രൈക്ക്, അതൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. മോഡിജി പ്രഖ്യാപിക്കാനിരുന്ന ഒരു കാര്യമായിരിക്കാം അത് നേരത്തെ അടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതൊക്കെ വെദർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ട്രൂലി ബെനിഫിഷ്യൽ ഓർ നോട്ട് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ പറഞ്ഞ പോലെ 15 ലക്ഷം കിട്ടുമായിരുന്നു എന്ന് വിചാരിച്ച് വോട്ട് ചെയ്തവർ സത്യം പറഞ്ഞാൽ ഈ നാടിന്റെ എക്കണോമിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാത്തവരാണ്. ഇത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് കോമൺ സെൻസ് ഉള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. അതിപ്പം പാവപ്പെട്ടവനെ പറ്റിക്കാൻ അദ്ദേഹം പറഞ്ഞു അവന് ഫോൾസ് പ്രോമിസ് കൊടുത്ത് പറ്റിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇലക്ട്രൽ പൊളിറ്റിക്സ് ഉള്ളവരെല്ലാം ചെയ്യുക. നിങ്ങളിപ്പോൾ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് രാഹുൽ ഗാന്ധി സ്റ്റേറ്റ്മെന്റ് ഒരെണ്ണം പറഞ്ഞായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ചൈനയിലുള്ള ഫോണുകളാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സെൽഫി എടുത്താൽ ചൈനയിൽ ഉണ്ടാക്കിയതാണ്, മെയ്ഡ് ഇൻ ചൈന എന്നാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, 60 വർഷത്തിൽ മേൽ കോൺഗ്രസ് ഭരിച്ചിട്ട് ഇവിടെ എന്തുകൊണ്ട് മെയ്ക്ക് ഇൻ ഇന്ത്യ വന്നില്ല? ഇവരല്ലേ ഇവിടെ ഭരിച്ചത്? ഇവർക്ക് ഫൈനാൻഷ്യലി പ്രൂഡന്റ് ആയിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കരുതായിരുന്നോ? ഇവിടെ മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ, അതിനെ അങ്ങനെ പറയുന്നത് എക്കണോമിക്സിൽ എന്നുവെച്ചാൽ നിങ്ങൾക്ക് വളരെ കോസ്റ്റ് കുറച്ച് പണിയാനുള്ള അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റം, എഫിഷ്യന്റ് സിസ്റ്റം, മാസ് പ്രൊഡക്ഷനിൽ അവർക്ക് എത്താൻ പറ്റി. കോൺഗ്രസ് ഭരിച്ചപ്പോൾ കോൺഗ്രസ് ചെയ്യാമായിരുന്നു, കോൺഗ്രസ് ചെയ്തില്ല. ഇവർ ചെയ്തത് കാലാകാലങ്ങളായി ഫോൾസ് പ്രോമിസസ് നടത്തുകയും അത് ചൈനയിൽ അവർ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് അവരുടെ ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ മോഡിജിയെ ഈ കാര്യത്തിൽ പൂർണ്ണമായി കുറ്റം പറയുന്നതിന് എനിക്ക് അത്ര വലിയ യോജിപ്പൊന്നുമില്ല. കാര്യം അദ്ദേഹം എക്കണോമിയെ ഒരു കെയോസ് ആക്കി, ഉണ്ടായിരുന്ന ആനിമൽ സ്പിരിറ്റിനെ മൊത്തം നശിപ്പിച്ച് ഡിമോണിറ്റൈസ് ചെയ്ത് ഉണ്ടായിരുന്ന മാർക്കറ്റിന്റെ ട്രൂ സ്പിരിറ്റ് നശിപ്പിച്ച് കളഞ്ഞ ഒരാൾ തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ
കോൺഗ്രസിന് ഇതൊക്കെ ചെയ്യാമായിരുന്നു. കോൺഗ്രസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. കോൺഗ്രസ് ചെയ്ത കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഈ എക്കണോമിക് സിസ്റ്റത്തിൽ 1991 ശേഷം ഡോക്ടർ സിംഗ് വന്നു കഴിഞ്ഞ് കുറെ റിഫോംസ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തർക്കവും ഇല്ലാതെ പറയാൻ പറ്റും. പക്ഷെ അതിന് മുമ്പൊക്കെ കോൺഗ്രസ് എന്താ ചെയ്തിരുന്നത്? പക്ഷെ അങ്ങനെ ഒരു ദിവസം വന്നതല്ല. 1978 തുടങ്ങിയാണ് അവരുടെ പണി. ദേ ഹാഡ് എ വിഷൻ. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, കോൺഗ്രസ് ഈ പറയുന്നതിനകത്തൊന്നും വലിയ കഥയില്ല എന്ന് കോൺഗ്രസ്സുകാർ തന്നെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ ഓൾ ആർ ഫോൾസ് പ്രോമിസസ്. ശരി, ശ്രീ കെ വി തോമസ്, ഒന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജയിക്കുമോ എന്ന് ഉറപ്പില്ല. BJPക്ക് ഇപ്പോഴത്തെ നിലവിലെ ഭരണകക്ഷിക്ക് ഒരു അഡ്വാൻറ്റേജസ് പൊസിഷൻ ഉള്ള സമയത്താണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പറയാൻ കഴിയുന്നവയൊക്കെ പറഞ്ഞു നോക്കുക എന്നുള്ളതാണോ? ഇത് പ്രായോഗികമാവുമോ അല്ലയോ എന്നൊക്കെയുള്ളത് വേറെ കാര്യം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു യുദ്ധത്തിന് എല്ലാ അസ്ത്രങ്ങളും എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുക എന്നതുപോലെ വളരെ ഇമാജിനേറ്റീവായി ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ കഴിയുമെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുകയാണോ? അവിടെയാണ് നേരത്തെ ജുംല എന്ന പ്രയോഗം ഉപയോഗിക്കേണ്ടി വന്നത്. സാങ്കേതിക തകരാറുണ്ട്, എനിക്ക് അദ്ദേഹത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആ കണക്ഷൻ കട്ട് ചെയ്ത് ടെലിഫോണിൽ വിളിക്കാം എന്ന്. എന്തായാലും അദ്ദേഹത്തിലേക്ക് എത്താം. ശ്രീ AN ഷംസീർ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് മാറ്റം വരുത്തുന്ന ഗെയിം ചേഞ്ചർ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ആ ഗെയിം ചേഞ്ചർ ഇവിടെ കോൺഗ്രസ് അറ്റംപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ GSTയെ സംബന്ധിച്ച് GSTയിൽ പരാതികളുള്ള ഇടത്തരക്കാർ, വ്യാപാര സമൂഹം ഉണ്ട്. പല GST കൗൺസിലുകളിലായി ഇളവുകൾ കൊടുത്തുവെങ്കിലും ഇപ്പോഴും അതിൽ അതൃപ്തിയുള്ള ആളുകളുണ്ട്. കോൺഗ്രസ് അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ഈ ഗബ്ബർ സിംഗ് ടാക്സിനെ റീസ്ട്രക്ചർ ചെയ്യും എന്ന്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഹോപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ഗെയിമിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഗെയിം ചേഞ്ചറായി മാറുമോ എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അതിന് കോൺഗ്രസ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് സാമാന്യമായി മനസ്സിലാക്കാമല്ലോ. ഇവിടെ യഥാർത്ഥ വിഷയത്തെ രാഹുൽ ഗാന്ധി അഡ്രസ് ചെയ്യില്ല. എന്താണ് യഥാർത്ഥ വിഷയം? എന്തുകൊണ്ട് ഇന്ത്യൻ സമ്പദ്ഘടന തകർന്നു? ഇന്ത്യയിൽ എന്തുകൊണ്ട് കർഷക ആത്മഹത്യ ഉണ്ടായി? എന്തുകൊണ്ട് ഇന്ത്യയിൽ യുവാക്കളുടെ തൊഴിലവസരം ഇല്ലാതായി? എന്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖല തകർന്നു? ഇതിൻ്റെയൊക്കെ ബേസിക് കോസ് എന്താ? ന്യൂ ലിബറൽ പോളിസീസ് ആണ്. ആ നവലിബറൽ നയങ്ങൾ ഞങ്ങൾ 91 നടപ്പിലാക്കിയത് 28 വർഷം കഴിയുമ്പം ഒരു സെക്കൻഡ് തോട്ടിന് കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഏതൊരു പാർട്ടിക്കും ഒരു സെക്കൻഡ് തോട്ട് വേണ്ടേ, അല്ലെങ്കിൽ ഒരു റീതിങ്കിങ് വേണ്ടേ? ഞങ്ങൾ ഇത്രയും കാലം ഭരിച്ചു. ഞങ്ങളുടെ 2014 ഇത്രയും വലിയൊരു ഡൗൺഫോളിനിടയാക്കിയത് ഞങ്ങളുടെ 2009 ഗവൺമെന്റാണ്. ഈ ന്യൂ ലിബറൽ പോളിസീസിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് കറപ്ഷൻ, അഴിമതി. 2009 അവർ വെച്ച ഒരു മുദ്രാവാക്യമാണ് കോൺഗ്രസ് കെ ഹാത്ത് ആം ആദ്മി കെ സാത്ത്, കോൺഗ്രസിന്റെ കൈ സാധാരണക്കാരുടെ കൂടെ. പക്ഷേ 2009 സർക്കാരായിരുന്നില്ലേ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ഏറ്റവും ജനവിരുദ്ധമായ സർക്കാർ. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചതിൽ 60 വർഷത്തിനിടയിൽ കോൺഗ്രസിന്റെ ജനോപകാരപ്രദമായ നയം നടപ്പിലാക്കി എന്ന് പറയാൻ സാധിക്കുന്ന കാലയളവ് 2004 മുതൽ 2009 വരെയുള്ള പീരീഡിലെ ഒരു 3.5 വർഷം 4 വർഷമാണ്. ആ 4 വർഷം ആ തീരുമാനം അവരെ കൊണ്ട് എടുപ്പിച്ചതിന് പിന്നിൽ ലെഫ്റ്റിന്റെ ശക്തമായ സമ്മർദ്ദമാണ്. ലെഫ്റ്റും കോൺഗ്രസ് UPയും തമ്മിലുണ്ടാക്കിയ അണ്ടർസ്റ്റാൻഡിങ്, അതാണ് കോമൺ മിനിമം പ്രോഗ്രാം. ആ കോമൺ മിനിമം പ്രോഗ്രാം കൊണ്ടാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി വന്നത്. ആ കോമൺ മിനിമം പ്രോഗ്രാമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത്. ആ കോമൺ മിനിമം പ്രോഗ്രാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് ജനപക്ഷത്തേക്ക് വന്നത്. പക്ഷേ കോൺഗ്രസിന്റെ കാലിന് കരുത്ത് വന്നപ്പോൾ അവർ ഞങ്ങളുടെ തലക്കാദ്യം ചവിട്ടി. ആ തലക്ക് ചവിട്ടിയതിന് ജനം നൽകിയ ശിക്ഷയാണ് 2014 കോൺഗ്രസ് 2 ഡിജിറ്റിലേക്ക് പോയത്. ഇപ്പോഴും കോൺഗ്രസ് ഒരു 3 ഡിജിറ്റിലേക്ക് എത്താൻ മാത്രം ആരോഗ്യം കോൺഗ്രസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ICUവിൽ നിന്ന് കോൺഗ്രസിനെ സെമി ICUയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനപ്പുറത്ത് കോൺഗ്രസിനെ ജനറൽ വാർഡിലേക്കോ റൂമിലേക്കോ മാറ്റാനുള്ള ആരോഗ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യൻ പൊളിറ്റിക്സിലായി എന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനെന്ന് മാത്രമല്ല, പൊളിറ്റിക്സ് വളരെ കീനായി ഒബ്സർവ് ചെയ്യുന്ന എവിടെയാണ് കോൺഗ്രസ് 2004 ഈ കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കാനോ UPA സംവിധാനം രൂപീകരിക്കാനോ ഒക്കെ ഹർകിഷൻ സിംഗ് സുർജിത്തിനെ പ്രേരിപ്പിച്ചത് ലെഫ്റ്റിന് ആസ് എ ബ്ലോക്ക് 62 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അത്
10 ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. ഈ പറയുന്ന പ്രാദേശിക പാർട്ടികളിൽ 35-ന് മുകളിൽ സീറ്റ് ഏത് പാർട്ടിക്ക് നേടാൻ കഴിയും? തൃണമൂൽ കോൺഗ്രസിന് സാധിക്കുമോ? അതല്ലെങ്കിൽ DMKക്ക് സാധിക്കുമോ? അതല്ലെങ്കിൽ SPക്കോ BSPക്കോ സാധിക്കുമോ? ഇവരൊക്കെ ആകെ മത്സരിക്കുന്ന സീറ്റ് പോലും ഏതാണ്ട് ആ റേഞ്ചിലേ വരൂ. അപ്പോൾ 3 അക്കത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള ഏക പ്രതിപക്ഷ കക്ഷി കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? 2004-ൽ ലെഫ്റ്റിനുണ്ടായിരുന്ന പ്രതാപത്തിന്റെ 1/3 ഇപ്പോൾ ഇല്ലല്ലോ. ഞാൻ പറയാലോ, ലെഫ്റ്റിന് വീക്ക്നെസ് ഉണ്ടായി, ലെഫ്റ്റിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ലെഫ്റ്റിന് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ചില സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ആ സെറ്റ് ബാക്ക് എല്ലാ കാലത്തും ലെഫ്റ്റ് അങ്ങനെ തന്നെ നിൽക്കും എന്ന രീതിയിലേക്ക് എത്തരുത് അഭിലാഷ്. ലെഫ്റ്റിനൊരു റിവൈവൽ ഉണ്ടാവും. ഫീനിക്സ് പക്ഷിയെ പോലെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. അതിനർത്ഥം 2004-ലേതുപോലെ സീറ്റ് ഞങ്ങൾക്ക് കിട്ടും എന്നൊരു TV ചാനലിനകത്ത് ഇരുന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. അങ്ങനൊന്നും വരില്ല. ഞങ്ങളൊരു വളരെ പേഷ്യൻ്റായി നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസും BJPയും അല്ലാത്ത 350ഓളം വരുന്ന അല്ലെങ്കിൽ 400-നടുത്ത് വരുന്ന മതേതര പാർട്ടികളുടെ MP-മാരുണ്ടാകും ഇന്ത്യൻ പൊളിറ്റിക്സിൽ. ആ ബോധ്യം എനിക്കുണ്ട്. അത് ഇന്ത്യൻ പൊളിറ്റിക്സ് വളരെ കൃത്യമായി ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോൺ കോൺഗ്രസ്, നോൺ BJP ഒരു 400-നടുത്തെങ്കിലും 350+ എങ്കിലും MP-മാരുണ്ടാകും. അവരെ ഒരു കോളിഷൻസ് കിഷൻ സിംഗ് സൂചിത്തില്ല, ശരിയാണ്. അവിടെ ഒരു റോൾ രാഹുൽ ഗാന്ധിക്ക് പ്ലേ ചെയ്യാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി PM വേണ്ട, ഞങ്ങൾക്ക് ഇപ്പോൾ കർണാടകയിൽ ചെയ്ത പോലെ ഒരു കോംപ്രമൈസിന് തയ്യാറായി ഇന്ത്യയിലെ മതേതര പാർട്ടികളെ യോജിപ്പിച്ച് അതിന്റെ കൂടെ കോൺഗ്രസ് നിൽക്കും. കോൺഗ്രസ് ആണ് ഗവൺമെന്റ് ഫോം ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിലേക്ക് ചിന്തിച്ചാൽ സെറ്റ് ബാക്ക് ഉണ്ടാവും. പിന്നെ കർഷകന്മാരെ പുതിയ സർക്കാരിന്റെ നയപരിപാടികളെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിന് മാത്രമായി ഞങ്ങൾ ഇത് നടപ്പാക്കുമെന്ന് പറയാൻ കഴിയുന്നത്ര ആത്മവിശ്വാസമുണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ച് തനിച്ചെന്തായാലും അധികാരത്തിലെത്താൻ കഴിയില്ല, പക്ഷേ ഏറ്റവും നിർണായക റോൾ കോൺഗ്രസിന് തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴുണ്ടോ? തീർച്ചയായും ഇന്ത്യയിലെ BJP ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ യോജിപ്പിച്ച് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് CPM-ന്റെ രാമേന്ദ്രപിള്ള ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചു കഴിഞ്ഞവരല്ലേ. എവിടെയാ CPM നിൽക്കുന്നത്? കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയല്ലേ CPM. അവിടെ നിന്ന് അപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിയും. മറിച്ച് ഇന്ത്യ മുഴുവൻ പേരുകളുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രപരമായി ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സംഭാവനയാണ്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം എന്താ സ്ഥിതി? അന്നത്തെ 50 കോടി ജനങ്ങൾക്ക് ആവശ്യമായ അരി അന്ന് ബർമയിൽ നിന്ന് വരണം, പുണി ലങ്കാഷയിൽ നിന്ന് വരണം, ഇംഗ്ലണ്ടിൽ നിന്ന് ഗോതമ്പ് PL 450 അനുസരിച്ച് അമേരിക്ക എന്ന് വരണം. അവിടെ നിന്ന് ഇപ്പൊ ഇവിടെ സ്ഥിതി അതിന് ആ സംഭാവന കോൺഗ്രസ് അല്ലാതെ മറ്റാരാ ചെയ്തിട്ടുള്ളത്? ബഹിരാകാശ രംഗത്തും ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തും ആരോഗ്യപരിപാലന രംഗത്തും എഡ്യൂക്കേഷൻ രംഗത്തും ഒക്കെ ഒത്തിരി ഇന്ത്യ മുന്നോട്ട് പോയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് അത്രയും പോയി കാണില്ലായിരിക്കും. ഇതിന്റെയൊക്കെ ബേസിക് സംഭാവന ആരാ? കോൺഗ്രസ് അല്ലേ. സെക്യൂരിറ്റി കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ലേ. പിന്നെ അങ്ങനെയുള്ള എത്രയോ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ പറയുന്നു നടപ്പിലാക്കും, ഞങ്ങൾക്ക് ധൈര്യമുണ്ട്, ഞങ്ങളുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വരും, ഇതിലൊന്നും യാതൊരു സംശയമില്ല. ഇക്കാര്യത്തിൽ ശ്രീ KV തോമസ്, തനിച്ച് കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിയുന്ന സാഹചര്യമില്ലല്ലോ. ഓരോ ഇടത്തും തന്ത്രപരമായി സഹകരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒരാളെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കോ അതല്ലെങ്കിൽ സർക്കാരിൻ്റെ നേതൃനിരയിലേക്കോ ചൂണ്ടിക്കാണിക്കാതെ തന്നെ മത്സരിക്കുകയാണ് നല്ലത് എന്ന് പല ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം മമതാ ബാനർജിക്ക് പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹമുണ്ട്, മായാവതിക്ക് ആഗ്രഹമുണ്ട്, പലർക്കും ചന്ദ്രശേഖർ റാവുവിന് പോലും ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആഗ്രഹ കക്ഷികളെയൊക്കെ ഇപ്പോഴേ പിണക്കാതെ പരമാവധി ഒരു പ്രീ പോൾ അറേഞ്ച്മെന്റ് ഉണ്ടാക്കി പരമാവധി സീറ്റുകൾ നേടുക, അതിനുശേഷമുള്ള സെനാരിയോയിലല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ. ഇത് എറണാകുളത്ത് കൊണ്ടുവന്ന പൊതുസമ്മേളനം, ഞങ്ങളുടെ ഓരോ ബൂത്തിൽ നിന്നും 2 പേര് വന്ന വലിയ സമ്മേളനം, അത് നൽകിയ ആവേശം എന്താ? ആ ആവേശത്തിന്റെ കാര്യം എന്താ? ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്, അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്കത് ആവേശം നൽകുന്നു. ഇതൊന്നും ഇന്ത്യയിലെ മുഴുവൻ സ്ഥിതി. രാഹുൽ ഗാന്ധിയെ മാറ്റിയെടുത്തിട്ട് മറ്റാരാ പ്രധാനമന്ത്രി പദത്തിലെത്താൻ കഴിവുള്ള ഒരാള്? മമതയ്ക്ക് കഴിയും. മമതയ്ക്ക് എത്ര സീറ്റ് കിട്ടും? മുഴുവൻ പശ്ചിമ ബംഗാൾ കിട്ടിയാലും ഈ രാജ്യത്തിന് ഭരണനേതൃത്വം കൊടുക്കാൻ കഴിയും? വേറെ ആർക്കാ കഴിയുക? അതുകൊണ്ടാണല്ലോ തമിഴ്നാട് ഉൾപ്പെടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണമായി തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുകയും രാഹുൽ ഗാന്ധിയുടെ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നത്. രാജ്യത്ത് നയിക്കാൻ ആളുണ്ട്, കരുത്തുള്ള നേതൃത്വം കോൺഗ്രസിനുണ്ട്. അത് രാഹുൽ ഗാന്ധിയാണെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. പക്ഷേ ഈ വരമരണ തിരഞ്ഞെടുപ്പ് എല്ലാവരെയും BJP അതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ യോജിപ്പിക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ പ്രഥമ കർത്തവ്യം, പ്രഥമ ലക്ഷ്യവും.
ശരി, അതാണ് അവിടെ ശ്രീ ആനന്ദ്, രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി കൃത്യമായും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി എമർജ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതാണോ അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം ഈ ഛത്തീസ്ഗഡും രാജസ്ഥാനും മധ്യപ്രദേശിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞ ആ ടൈം തൊട്ട് അദ്ദേഹത്തെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ് ആൾക്കാരെല്ലാം കാണുന്നത്. ആ സമയത്താണ് എന്താണ് ഒരു വലിയ ഒരു ചേഞ്ച് വന്നത്. അതുവരെ കോൺഗ്രസ് ഒരു ഈ മത്സരത്തിലേ ഇല്ല എന്നുള്ള പ്രതീതി ജനിപ്പിക്കുകയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പെട്ടെന്ന് കോൺഗ്രസിന് ഒരു മുന്നേറ്റം. അതുകൂടാതെ ഇപ്പോൾ പ്രിയങ്കയെ കളത്തിലിറക്കി പല സ്പീച്ചുകൾ, പിന്നെ ഓപ്പോസിഷൻ പാർട്ടികളുമായിട്ട് നടത്തുന്ന ലയസൺ വർക്ക്, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ പിന്നെ കോൺഗ്രസ് തന്നെ ചില സ്റ്റേറ്റുകളിൽ, ഇപ്പോൾ യു പിയിലായാലും വേറെ ചില സ്റ്റേറ്റുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളായാലും അവർ ഒരു സർട്ടൻ നമ്പർ ഓഫ് സീറ്റ്സ് എത്താൻ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 150 ആണ് അവരുടെ ടാർഗറ്റ്. ഈ ഒരു 150 അല്ലാതെ ഒരു 100+ ആണെങ്കിൽ, ഒരു 120 അല്ലെങ്കിൽ 120 താഴെയാണെങ്കിൽ അവരുടെ ബാർഗെയിനിങ് പവർ വളരെ കുറയും. സർക്കാർ ഉണ്ടാക്കുന്ന സമയത്തുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടികൾ അവരാണ് വലിയ ബ്ലോക്കെങ്കിൽ, അവരാണ് 150+, കോൺഗ്രസ് ഒരു 120-ലാണെങ്കിൽ തീർച്ചയായും ഈ ലെഫ്റ്റ് പോലെയുള്ള പാർട്ടികൾ എല്ലാം ഒരു റീജിയണൽ പാർട്ടി ലീഡറെ, ഉദാഹരണത്തിന് മായാവതിയെ പ്രധാനമന്ത്രിയാക്കി കാണിക്കാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ഒരു 150 സീറ്റാണ് അവരുടെ ടാർഗറ്റ്. UPA 1 സമയത്ത് അവർക്ക് 2004 കിട്ടിയത് ഒരു 145 ആണ്. ആ ഒരു സംഖ്യ, അല്ലെങ്കിൽ അത് ബ്രീച്ച് ചെയ്തൊരു 150 അവർ ടാർഗറ്റ് ചെയ്താൽ 140+ ഉണ്ടെങ്കിൽ ഒരു 50% ആയി. 272 ആണല്ലോ വേണ്ടത്. അപ്പോൾ അത് എത്താനുള്ള ഒരു പരിശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്. അത് കഴിഞ്ഞ് പല പല ഗോളുകൾ അടിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിയുടെ ഓറ കുറച്ച് കുറഞ്ഞും വരുന്നുണ്ട്. ആൾക്കാർക്കെല്ലാം ഒരു മാറ്റം ഒരു പ്രത്യാശ നൽകാൻ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ആകുന്നുണ്ട്. ബാക്കി പാർട്ടികളും ഒരു തരത്തിൽ ഇപ്പോൾ UPയിലാണെങ്കിൽ SP BSP സഖ്യം അത് റിയാലിറ്റിയായി. ഇപ്പോൾ BJP ആഗ്രഹിക്കുന്നത് അവിടെ SP BSP ഒന്നിച്ച് മത്സരിക്കാതിരിക്കാനാണ്. ഇപ്പോൾ കോൺഗ്രസ് അവരുടെ കൂടെ മത്സരിക്കാത്തത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല, കാരണം അവരുടെ വോട്ട് ബാങ്കുകൾ സെപ്പറേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു മുന്നേറ്റം. പിന്നെ നേരത്തെ ശ്രീ ഷംസീർ പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസിന് 3 അക്കം കടക്കുമോ എന്ന് അറിയില്ല എന്നൊക്കെ. പക്ഷേ ലെഫ്റ്റ് ചെയ്യേണ്ടത് അവർക്ക് അവരുടെ സ്ട്രോങ് ഹോൾഡുകളിൽ അവർക്ക് എന്താണ് സംഭവിച്ചത്, അത് അവർ ഇപ്പോൾ ത്രിപുരയിലെ 2 സീറ്റ് അത് അവർക്ക് നിലനിർത്താൻ പറ്റുമോ? ബംഗാളിൽ ഇപ്പോൾ അവർക്ക് 2 സീറ്റുണ്ട്, അത് അവർക്ക് നിലനിർത്താൻ പറ്റുമോ? അവരാകെ നോക്കുന്നത് കേരളത്തിലെ കാര്യം. തമിഴ്നാട്ടിലെ DMK സ്റ്റാലിൻ കൊടുക്കുന്ന ഔദാര്യത്തിൽ കൊടുക്കുന്ന 1 സീറ്റ്, മഹാരാഷ്ട്രയിൽ 1 സീറ്റ് കിട്ടിയാൽ അത്, ഇപ്പോൾ ബീഹാറിൽ കനയ്യകുമാറിന് CPIയുടെ കാൻഡിഡേറ്റ് ആണ്, അദ്ദേഹത്തിന് 1 സീറ്റ് കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഈ ലെഫ്റ്റ് CPI CPM കൂടി 2 അക്കം കടക്കുമോ എന്ന് എനിക്ക് തീർച്ചയായും സംശയമുണ്ട്. ഇവർ അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. കോൺഗ്രസ് 3 അക്കം കടക്കുമെന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. അത് ഇനി അവർ 150 ആണ് എയിം ചെയ്യുന്നത്. അത് എത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ശരി, ശ്രീ ലാൽകുമാർ, ഈ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രത്യേക രീതിശാസ്ത്രം ഉണ്ടല്ലോ. 2014 നരേന്ദ്രമോദി ഞാൻ പ്രധാനമന്ത്രിയാവാൻ പോവുകയാണ്, രാജ്യത്തെ മാറ്റിമറിക്കാൻ പോവുകയാണെന്നൊരു തോന്നലുണ്ടാക്കി ജനങ്ങളിൽ. അതേ മട്ടിൽ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിക്കും ഞാനാണ് മോദിയുടെ ബദൽ എന്നും ഞങ്ങളുടെ സർക്കാർ വരാൻ പോവുകയാണ് എന്നും ഒരു പ്രതീതി ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ തെരഞ്ഞെടുപ്പ് രസതന്ത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നല്ലേ? തീർച്ചയായിട്ടും അതെ. നമ്മളതിനെ ഞാൻ ഒന്നിനെയും കുറച്ച് കാണുന്നില്ല. രാഹുൽ ഗാന്ധി ആസ് എ പൊളിറ്റീഷ്യൻ അദ്ദേഹത്തിന് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് ആക്ച്വലി ഞാൻ പറയുന്നത് മോഡിജി ചെയ്ത ഒരുപാട് മണ്ടത്തരങ്ങളുടെ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിക്കോസ് നിങ്ങളുടെ കൗണ്ടർ പാർട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പം നമുക്ക് നോർമലി നമുക്ക് ഒരുപാട് ക്രെഡിറ്റ് കിട്ടും. അങ്ങനെ ഒരു വലിയ ക്രെഡിറ്റും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും അദ്ദേഹത്തിന് വന്നിട്ടുള്ളതായിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഹി ഹാസ് പ്രോഗ്രസ്ഡ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു സച്ചിൻ പൈലറ്റോ അല്ലെങ്കിൽ ജ്യോതിറാദിത്യ സിന്ധ്യയോ അത്രത്തോളം ഒന്നും രാഹുൽ ഗാന്ധി ഇപ്പോഴും എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻ മെനി ടൈംസ് യു ടേക്ക് മൾട്ടിഫേരിയസ് ക്രൈറ്റീരിയ, അത് എത്തിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പുറത്ത് നിൽക്കുന്ന പ്രൈം മിനിസ്റ്ററെ പോലുള്ള ഒരു വലിയൊരാള് അദ്ദേഹം ഇവിടുന്ന് ഡിമോണിറ്റൈസേഷൻ എക്സസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ GSTയിൽ മണ്ടത്തരങ്ങൾ കാണിക്കുന്നു, ഡേ ടു ഡേ മണ്ടത്തരം പറയുന്നു. മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്ന് വരെ പറയുന്നു. അങ്ങനെ പറയുമ്പം ഇപ്പുറത്ത് നിൽക്കുന്ന ആള് ദ കൗണ്ടർ പാർട്ട് ജനങ്ങൾ ചിന്തിക്കും ഇദ്ദേഹം ഈസ് സോ ഇന്റലിജന്റ് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആഡഡ് ബോണസ് ഇവിടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ബട്ട് ഒബ്വിയസ്ലി ഐ ക്യാൻ കൺസീഡ് ദ ഫാക്ട്
രാഹുൽ ഗാന്ധി ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി, അദ്ദേഹം പ്രസ് കോൺഫറൻസ് നടത്താൻ താല്പര്യപ്പെടുന്നു, അദ്ദേഹം ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. ആസ് എ ലീഡർ ഒരു സ്റ്റേറ്റ്സ്മാൻ ആവുന്ന ഒരു പോയിന്റാണ്. ഒരു ലീഡർ സ്റ്റേറ്റ്സ്മാൻ ആവുന്നത് ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ്. അത് അതിന് കഴിയുന്നുണ്ട്. മോഡിജിക്ക് അത് കഴിയുന്നില്ല എന്നുള്ളതാണ് അടുത്ത വാദം. മോഡിജിക്ക് ചെയ്യാത്തൊരു കാര്യം ഇദ്ദേഹം ചെയ്യുമ്പോൾ ജനങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടാവും. അത് ഒരു ആന്റി ഫാസിസ്റ്റ് ലൈനിൽ നിൽക്കുന്ന എല്ലാവരും, ഞാനും അല്ലെങ്കിൽ ഇപ്പം സഖാവ് ഷംസീറും എല്ലാവരും അതിനകത്ത് യോജിക്കുക തന്നെയാണ്. പക്ഷേ ആദ്യം ഷംസീർ പറഞ്ഞതുപോലെ ഇവരിപ്പം തന്നെ പ്രധാനമന്ത്രിയാകാൻ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കാലുവാരി തോറ്റുപോകാനുള്ള സാധ്യതയുണ്ട്. യാതൊരു കാരണവശാലും ആ സാധ്യതയെ റദ്ദാക്കി കളയരുത്. കാര്യം മോഡിജിയെയും കൂട്ടരെയും അല്ലെങ്കിൽ RSS സംഘപരിവാർ ശക്തികളെ ഡൽഹിയിൽ നിന്നും മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അതിന് കോംപ്രമൈസ് ചെയ്ത് ഒരു തേർഡ് അലയൻസ് വരികയും അവർ പ്രൈം മിനിസ്റ്റർ ആകാനായിട്ടുള്ളൊരു ഇതിലേക്ക് വരികയാണെങ്കിൽ പോസിബിളി ഇവരെ ഓവർത്രോ ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ കാലുവാരി കൂടും, കാര്യങ്ങൾ കുഴപ്പമാവും. അങ്ങനെയുള്ള ഒരു സാധ്യത ശ്രീ എൻ ഷംസീർ എങ്ങനെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കാണാൻ കഴിയുക? നരേന്ദ്രമോദിക്ക് ഒരു ബദലുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി എന്ന സമവാക്യം ഇതിനോടകം തന്നെ ഈ രാജ്യത്ത് ഉരുത്തിരിഞ്ഞ് വന്നു കഴിഞ്ഞില്ലേ? അതല്ലാതെ നരേന്ദ്രമോദിയുടെ ബദലാര് എന്ന് ചോദിച്ചാൽ മായാവതി എന്ന് പറയാൻ നമുക്കില്ല. അവർ 35 സീറ്റിലെ ആകെ മത്സരിക്കുന്നുള്ളൂ. മമതാ ബാനർജി എന്ന് പറയാൻ കഴിയില്ല. അവർ പരമാവധി മത്സരിക്കുന്നത് എല്ലാം ജയിച്ചാൽ പോലും 39 സീറ്റുകളാണ്. അങ്ങനെയുള്ള ഒരു ആനുകൂല്യം ചന്ദ്രശേഖർ റാവുവിനോ ശരത് പവാറിനോ ആർക്കും ഒരാൾക്കും അങ്ങനെ നരേന്ദ്രമോദിയുടെ ബദലാര് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനില്ല. അപ്പോൾ അതിന് ഉത്തരം പറയാൻ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ബദൽ എന്ന് നിൽക്കാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ലേ? അതാണ് ഞാൻ പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് മോദി വിരുദ്ധ വോട്ടുകളെ കേന്ദ്രീകരിക്കാൻ, തന്റെ കീഴിൽ കേന്ദ്രീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന്. അതില് രാഹുൽ, അഭിലാഷ്, എനിക്ക് അതിന് മുമ്പ് മറുഭാഗത്ത് ചർച്ചയിൽ പങ്കെടുത്ത ആനന്ദ്, അദ്ദേഹം ഏത് റെപ്രസെന്റ് ചെയ്തോന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഒരു ഒബ്സർവറായി വന്നിരുന്ന് ചർച്ച ചെയ്യണം. അദ്ദേഹം കേരളത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ ലെഫ്റ്റിന് 2 അക്കം തികക്കുമോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിനുണ്ട്. ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനമില്ല. അത് അദ്ദേഹം കേരളത്തിൽ വലിയ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി പൊളിറ്റിക്സ് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ആശങ്ക ഉണ്ടാവുക. ആ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനമില്ല. ഞങ്ങൾ 3 അക്കം തികക്കുമെന്ന് ഞങ്ങൾ ബഡായി ഒന്നും പറയുന്നില്ലല്ലോ. ഞങ്ങൾ 2004 സമാനമായ രീതിയിൽ ഇന്ത്യയിൽ ലെഫ്റ്റ് സീറ്റ് സെക്യൂർ ചെയ്യുമെന്നും പറയുന്നില്ലല്ലോ. ഞങ്ങൾ പറയുന്നത് ലെഫ്റ്റ് വളരെ കംഫർട്ടബിൾ മാർജിൻ ഉണ്ടാവും ലോക്സഭക്കകത്ത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ അന്ധമായ കോൺഗ്രസ് വിരോധമൊന്നുമല്ല. ഞങ്ങൾ 2004 ഞങ്ങൾ കൂടി എടുത്ത സ്റ്റാൻഡ് കൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് നിൽക്കുന്നത്. പക്ഷെ കോൺഗ്രസ് അന്ധമായ മാർക്സിസ്റ്റ് വിരോധികളാണ്. കോൺഗ്രസിനെ നമ്പാൻ പറ്റാത്തവരാണ്. വിശ്വസിക്കാൻ കൊള്ളാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അവർ ഓരോ ഘട്ടത്തിലും തെളിയിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ചോദിക്കാം, രാഹുൽ ഗാന്ധി മോഡിക്ക് ബദലായി ഇന്ത്യയിലെ മതേതര പ്രസ്ഥാനങ്ങൾ യോജിച്ചെന്നാൽ മാത്രമേ സാധിക്കൂ. ആ മതേതര പ്രസ്ഥാനങ്ങൾ എല്ലാവരും യോജിക്കണം. അതിനെ എത്രമാത്രം റാലി ചെയ്യിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ആവുന്നുണ്ടോ? ഇല്ല എന്നുള്ളതല്ലേ. ഇന്ത്യയിലെ ഹിന്ദി ബെൽറ്റിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന സംസ്ഥാനമാണ് UP. എന്തായിരുന്നു ഇവിടുത്തെ സ്ട്രാറ്റജി? മായാവതിയും അഖിലേഷ് യാദവും കാണിച്ച മാന്യതയുണ്ട്. എന്താ മാന്യത? കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിച്ച 2 പാർലമെന്റ് സീറ്റ് അവർ വീക്കെൻഡായി ഇട്ടു. എന്താ ഈ കോൺഗ്രസ് കാണിച്ചത്? ഇത്രമാത്രം ഇമ്മച്ചുറായി ഒരു കോൺഗ്രസ് നേതാക്കന്മാർ പെരുമാറാൻ പാടുണ്ടോ? കോൺഗ്രസ് ഇപ്പൊ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താ? കോൺഗ്രസിനകത്ത് എന്റെ ചർച്ച കേൾക്കുന്ന കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ രാഹുൽ ഗാന്ധി കൊടുക്കേണ്ട ഉപദേശം, കോൺഗ്രസ് ഒരു സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആവാൻ ശ്രമിക്കുകയുണ്ട്. അതിന് കുറെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമെങ്കിൽ ആ വിട്ടുവീഴ്ച സമീപനം സ്വീകരിക്കേണ്ടത്. പകരം UP ഞങ്ങൾ 80 മത്സരിക്കും, എന്ത് കിട്ടാനാ? പിന്നെ ഇവിടെ KV തോമസ് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ എവിടെ ഉണ്ടെന്ന് ഈ പറയുന്നത്? ഞങ്ങളും നിങ്ങളും ഇപ്പൊ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഞങ്ങൾക്ക് പേരിന്റെ കൂടെ 2 അക്ഷരമോ ഞങ്ങളുടെ പേരിന്റെ കൂടെ 3 അക്ഷരമോ ഇല്ലെങ്കിലോ ഞങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കും. എന്താ ഗുണം ഉണ്ടായത് ഈ 5 സ്റ്റേറ്റ് ഇലക്ഷൻ കൊണ്ട്? 5 സ്റ്റേറ്റ് ഇലക്ഷൻ കൊണ്ടുണ്ടായ ഗുണം, കോൺഗ്രസ് എന്നുള്ള BJPയിലേക്കുള്ള ഫ്ലോ തടയപ്പെട്ടു. ഒരു ഫാക്റ്റാണ്. അല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് 1 സൈഡഡ് ഗെയിമായി മാറുമായിരുന്നു. അല്ലെങ്കിൽ കൃത്യമായ മെജോറിറ്റി കോൺഗ്രസ് BJP കിട്ടുന്ന നില വരുമായിരുന്നു. കാരണം കോൺഗ്രസ് കൂട്ടത്തോടെ BJP കൺവേർട്ട് ചെയ്യില്ല. പിന്നെ നിങ്ങൾ കാണേണ്ടത്, നിങ്ങളുടെ അപ്പോണൻസ് നരേന്ദ്രമോദിയും RSSും ചില്ലറക്കാരല്ല. അവർക്ക് വേണ്ടി കോർപ്പറേറ്റുകളുണ്ട്, അവരുടെ കയ്യിൽ കാശുണ്ട്. അവരെങ്ങനെയും അധികാരം പിടിക്കും. കാരണം കണ്ടല്ലോ, മണിപ്പൂരിൽ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആരായിരുന്നു? കോൺഗ്രസ് ആയിരുന്നു. ഗോവയിൽ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആരായിരുന്നു? കോൺഗ്രസ് ആയിരുന്നു. ആരാ ഗവൺമെന്റ് ഫോം ചെയ്തത്? BJP ആണ്. ഇപ്പൊ കർണാടകയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ? അപ്പൊ കൃത്യമായി പൊളിറ്റിക്സ് ആനന്ദ് കൂടി നോക്കണം. പണവും RSSും എന്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ശേഷി നമ്മൾ ചിലരക്കാരായി കാണരുത്. താങ്കളിലേക്ക് ശ്രീ KV തോമസ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഇൻകം ഗ്യാരണ്ടി സ്കീം നടപ്പാക്കണമെങ്കിൽ ഒരു സർക്കാർ രൂപീകരിക്കണം. ആ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ തനിച്ച് സാധിക്കില്ല. ഇതര കക്ഷികളുടെ പിന്തുണ ആവശ്യമുണ്ട്. അങ്ങനെ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെ
ഒരു കൂട്ടത്തെ ഉണ്ടാക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിയുന്നുണ്ടോ? ഒരു റാലിംഗ് പോയിന്റ് അക്കാര്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായി വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതൊരു ചെറിയ ചോദ്യമല്ല. എസ് പിയും ബി എസ് പിയും കോൺഗ്രസുമായി സഹകരിക്കുന്നില്ല, അവർ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുകയാണ് എന്ന് നമുക്കറിയാമല്ലോ. DMK പോലെ NCP പോലെയുള്ള ഘടകകക്ഷികളുണ്ട്. പക്ഷേ കോൺഗ്രസിന് അടിസ്ഥാനപരമായ ഒരു കോയലേഷൻ ധർമ്മ പാലിക്കാൻ കഴിയുമോ എന്നൊരു വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ പഴയകാല ചരിത്രമൊക്കെ പോകട്ടെ, ഇപ്പോഴാണെങ്കിലും കർണാടകയിൽ അവിടെ കുമാരസ്വാമിക്ക് അങ്ങേയറ്റം മനോവേദന ഉണ്ടാവുകയാണ്. അതാണ് അദ്ദേഹം ഇന്നലെ തുറന്നു പറഞ്ഞത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും നിങ്ങൾക്ക് ചെറിയ കക്ഷികളെ പരിഗണിക്കാമായിരുന്നു. BSP ഒക്കെ ഒരു മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചിരുന്നു ഒരു പക്ഷേ അവരെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് മറ്റു കക്ഷികളെ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഈ ചെറിയ കക്ഷികളുടെ മനസ്സിൽ ഉണ്ടാവുമല്ലോ. കൊയിലീഷൻ പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാൾ പരിചയ സമ്പത്തും അനുഭവ സമ്പത്തും കോൺഗ്രസ്. ഞങ്ങളൊരു തീരുമാനം എടുക്കുന്നുണ്ടല്ലോ, ഇന്ത്യയിലെ BJP ഇതുവരെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും, ജനാധിപത്യ, മതേതരത്വ, സോഷ്യലിസ്റ്റ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും യോജിപ്പിക്കും, അവരെ ഒന്നിച്ചു കൊണ്ടുപോകും. ഈ ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെപ്പോലെ ഒരു കൂട്ടുമുന്നണി സമുദായത്തിന്റെ പരിചയ സമ്പത്തും അനുഭവ സമ്പത്തും അത് കൈകാര്യം ചെയ്ത രീതിയും CPM-നുണ്ടോ ഉണ്ടെന്ന് അവർക്ക് ആവശ്യപ്പെടാൻ പറ്റൂ. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയല്ലേ. ഇപ്പോൾ അവർ വളരുന്നു എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് വളരുന്നത്? ഒരു പടവലങ്ങ പോലെ താഴേക്കല്ലേ വളരുന്നത്. പക്ഷെ ഞങ്ങൾ അവരെ കേരളത്തിന്റെ പുറത്ത് യോജിപ്പിക്കാൻ കൂടെ കൊണ്ടുപോകാൻ തയ്യാറാണ്, അവരുമായി സഹകരിക്കാൻ തയ്യാറാണ്. അവരുടെ നേതാക്കന്മാരിത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ അനുഭവ സമ്പത്തിനെ ആരും ചോദ്യം ചെയ്യേണ്ട. ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. 60 വർഷത്തെ ഭരണ പരിചയമുണ്ട്, പരിചയസമ്പന്നരായ നേതാക്കന്മാരുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഇന്ന് കാണുന്ന ഇന്ത്യ. നമ്മൾ മൊബൈലുള്ള രാജ്യം എവിടെയുണ്ട്? ഈ മൊബൈലിലേക്ക് ഞാൻ 84 പാർലമെന്റിൽ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ ടെലിഫോണൊന്നും ഇല്ല. ലാൻഡ് ടെലിഫോൺ പോലും അന്നാണ് എനിക്ക് കിട്ടുന്നത്. അവിടെ നിന്നുണ്ടായ വിപ്ലവകരമായ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് മാറ്റം കൊണ്ടുവന്നത് സാൻഡത്തോടെ എന്ന എക്സ്പെർട്ടിനെ കൊണ്ടുവന്ന രാജീവ് ഗാന്ധിയല്ലേ. ഇത് നമുക്ക് വിസ്മരിക്കാനില്ല. ആണോ നമ്മൾ ബഹിരാകാശ രംഗത്തുണ്ടായ മാറ്റങ്ങൾ? അത് ചെറിയൊരു മാറ്റമല്ല, അതിന്റെ ഗുണഫലങ്ങൾ മത്സ്യമേഖല മുതൽ കാർഷിക മേഖല വരെ നമുക്ക് കിട്ടുകയുണ്ടായി. ഇത്രയൊക്കെ വളരെ ഭാവനയോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തെ, ഇന്ത്യൻ സമ്പദ്ഘടനയെ കൊണ്ടുപോയ, അതുപോലെ തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ പ്രഗത്ഭരായ, പ്രണാബ്ദായെ പോലെ പ്രഗത്ഭരായ ഈ ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ കോൺഗ്രസിലെ കൊണ്ടുവന്നു. അതിനൊക്കെ തർക്കിക്കേണ്ട. ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഞങ്ങൾ BJP-യുടെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തെ തടുത്തും, അങ്ങനെ തടുക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം. ഇതൊരു ആഗ്രഹം കോൺഗ്രസ്സുകാർക്കുണ്ടെങ്കിൽ തെറ്റാണ്. പക്ഷെ അത് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഇന്ത്യയിലെ BJP ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി യോജിച്ചുകൊണ്ടായിരിക്കും ആ നീക്കം. ശരി, ശ്രീ ആനന്ദ്, രാഹുൽ ഗാന്ധിക്ക് എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ കോൺഫിഡൻസ് ഉണ്ട്, ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയോ, ഞാൻ UPA ഘടകകക്ഷികളുടെയോ ഘടകകക്ഷികളാകാൻ പോകുന്നവരുടെയോ നേതാക്കളെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റാലിൻ തീർച്ചയായും രാഹുൽ ഗാന്ധിയാണ് നേതാവ് എന്ന് അംഗീകരിക്കും. അതല്ലാതെ എനിക്ക് തോന്നുന്നു ശരത് പവാർ അടക്കമുള്ള ഇപ്പോൾ UPA പക്ഷത്തുള്ള നേതാക്കൾ തന്നെ അതിനോട് യോജിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇനി പൊട്ടൻഷ്യൽ അലൈസ് എന്ന് പറയുന്ന ആളുകൾ മമതാ ബാനർജിയോ മായാവതിയോ ഒക്കെ അത് ഏത് നിലയ്ക്ക് ഉൾക്കൊള്ളും എന്നുള്ളതൊരു പ്രശ്നമല്ലേ? ശരത് പവാറിൻ്റെ കാര്യം, ഓൾറെഡി ശരത് പവാർ രാഹുൽ ഗാന്ധിയെ പ്രൈം മിനിസ്റ്ററായിട്ട് സപ്പോർട്ട് ചെയ്യും എന്നൊരു തവണ ഒരു 2 മാസം മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ മമതാ ബാനർജി ആത്യന്തികമായ ഒരു കോൺഗ്രസ്സുകാരിയാണ്. അവർ കോൺഗ്രസ് വിട്ട് തൃണമൂൽ ഒക്കെ ഇപ്പോൾ ഒരു വലിയ സ്റ്റേച്ചറുള്ള ഒരു ബംഗാളിലെ അനിഷേധ്യ നേതാവാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് ഫോർമേഷൻ്റെ സ്ഥിതി വരുമ്പോൾ ആ സമയത്ത് ബാർഗെയിനിങ് നടത്താൻ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് സോണിയാഗാന്ധി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ആ ഒരു ഡെഫറൻസ് പണ്ട് എന്നോട് അശോക് മല്ലിക്, ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള സീനിയർ മാധ്യമപ്രവർത്തകൻ അശോക് മല്ലിക് പറഞ്ഞിട്ടുണ്ട്. ഈ മമതാ ബാനർജിയുടെ ഒരു സോണിയാഗാന്ധിയോടുള്ള ഒരു ഡെഫറൻസ് അല്ലെങ്കിൽ ഒരു ഒരു ഇക്വേഷൻ, അത് എപ്പോഴും കോൺഗ്രസ്സിന് ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഫോർമേഷൻ്റെ സമയത്ത് സഹായകരമാകും. പിന്നെ RJD അവരൊരു വലിയ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. കാരണം ബീഹാറിലെ 40 സീറ്റുകളിൽ എനിക്ക് തോന്നുന്നു അവർക്കൊരു 20+ സീറ്റ് എന്തായാലും RJDക്ക് കിട്ടും. അപ്പോൾ തേജസ്വി യാദവിൻ്റെ നിലപാട് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ബാക്കി പ്രധാനമായിട്ടും പ്രശ്നം വരാൻ പോകുന്നത് SP BSPയുടെ അവർക്കൊരു 50 സീറ്റ് കിട്ടുകയാണെങ്കിൽ, കിട്ടാൻ സാധ്യതയുണ്ട്, അവർക്ക് 50+ സീറ്റ് കിട്ടുകയാണെങ്കിൽ അവരുടെ നിലപാട് എന്തായിരിക്കും? അപ്പോൾ
അഖിലേഷ് യാദവിന് UP CM ആകാൻ എന്താണ് അഖിലേഷ് യാദവിന് സ്റ്റേറ്റ് പൊളിറ്റിക്സിലും മായാവതിക്ക് സെൻട്രൽ പൊളിറ്റിക്സിലും അങ്ങനെയായിരിക്കും അവർ ഉണ്ടാക്കിയ ഒരു ധാരണ. അങ്ങനെ വരുമ്പോൾ മായാവതിയെ ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് അഖിലേഷ് യാദവ് പ്രപ്പോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് പോലെയുള്ള പല ബാക്കി കോൺഗ്രസ് ഏതര കക്ഷികളും അതിന് പിന്തുണയ്ക്കാൻ സാഹചര്യം ഉണ്ട്. കാരണം ഇവരൊരു ദളിതാണ്, ഒരു വനിതയാണ്, ഇതൊരു വലിയ മാറ്റം ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ തന്നെ വലിയൊരു മാറ്റം, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മായാവതി അഖിലേഷിൻ്റെ ആ ബ്ലോക്ക് ഒഴിച്ച് കോൺഗ്രസിന് തന്നെ സപ്പോർട്ട് ചെയ്യാനാണ് ബാക്കി എല്ലാ പാർട്ടികളും സാധ്യത. ഇനിയിപ്പോൾ സീതാറാം യെച്ചൂരി വരെ കേരളത്തിലെ മാർക്സിസ്റ്റുകളും സീതാറാം യെച്ചൂരിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സീതാറാം യെച്ചൂരി എനിക്ക് തോന്നുന്നു ഒരു ഹർകിഷൻ സിംഗിനെ സുർജിത്തിനെ പോലെ അദ്ദേഹത്തോട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ആളാണ്. അദ്ദേഹം ഒരു പാസിഫിസ്റ്റ്, ഒരു മിഡിൽ പാത്ത് സ്വീകരിക്കുന്ന ഒരു സെൻട്രിസ്റ്റ് മാർക്സിസ്റ്റ് ആണ്. UPI രൂപീകരണത്തിൽ വലിയ പങ്ക് യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു സുർജിത്തിനെ പോലെ. തീർച്ചയായും അദ്ദേഹം അത് വീണ്ടും ആ നിയോഗം വീണ്ടും ഏറ്റെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മായാവതി എന്തുകൊണ്ടാണ് സാറ്റിസ്ഫൈഡ് ആകുന്നത്? ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണോ അവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്തായിരിക്കും അവർക്ക് എന്തായിരിക്കും അവരുടെ അതിൽ തൃപ്തിപ്പെടുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ ലാൽകുമാർ, 96-ൽ ജ്യോതി ബസുവിനോട് പ്രധാനമന്ത്രിയാകുന്നു എന്ന് ചോദിക്കുന്നു. CPM കേന്ദ്ര കമ്മിറ്റി ചേർന്ന് ജ്യോതി ബസു പ്രധാനമന്ത്രിയാകണ്ട എന്ന് തീരുമാനമെടുക്കുന്നു. ദേവഗൌഡ പ്രധാനമന്ത്രിയാവുന്നു, 1 വർഷം കഴിഞ്ഞ് ഗുജറാൾ പ്രധാനമന്ത്രിയാവുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവല്ലേ? ഒന്നുകിൽ ഒരു കോൺഗ്രസ്, അതല്ലെങ്കിൽ BJP, ഈ 2 പാർട്ടികളിൽ അല്ലാതെ ഒരു പ്രധാനമന്ത്രി പദം വന്നു ചേരാനുള്ള സാധ്യത ഇപ്പോഴത്തെ നിലയിലുണ്ടോ? ഒരു ബ്ലോക്കിന് ഇനിയിപ്പോൾ ഒരു സിംഗിൾ പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ വേണ്ട. ഇപ്പോൾ ലെഫ്റ്റ് ഒരു ബ്ലോക്കാണ്, അതുപോലെ ഏതെങ്കിലും ഒരു ബ്ലോക്കിന് തന്നെ ഒരു 40 സീറ്റിൽ കൂടുതൽ കിട്ടാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, ഒരുപാട് ഭൈമീകാമുകന്മാരുള്ള ഒരു ഘട്ടത്തിൽ ഒരു റീജിയണൽ ലീഡർ പ്രധാനമന്ത്രിയാവുക എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവ്യമാണോ? തീർച്ചയായിട്ടും അതാണ് സംഭവ്യം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഇപ്പം BJPയെ തോൽപ്പിക്കാനുള്ള ശക്തിയില്ല. BJP ആണ് വലിയ പാർട്ടി, അതിന് സംശയിക്കേണ്ട കാര്യമില്ല. അവർ ഫൈറ്റിംഗ് സ്പിരിറ്റ് അവരുടെ വളരെ കൂടുതലാണ്. സംഘപരിവാറിന്റെ ശക്തി വളരെ അധികമാണ്. അപ്പം BJP തന്നെ ആയിരിക്കാം മെയിൻ സ്ട്രീം നിൽക്കുക. BJPയെ തോൽപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന റീജിയണൽ പാർട്ടിയുമായിട്ടുള്ള അലയൻസും റീജിയണൽ പാർട്ടികൾക്കും മാത്രമേ പറ്റൂ. ഇപ്പൊ UPയിലെ കാര്യം മിസ്റ്റർ ആനന്ദ് പറഞ്ഞതുപോലെ മായാവതിയും SP-യും അല്ലെ അഖിലേഷ് യാദവും കൂടെ ചേർന്ന് തോക്കുന്നു. അവിടെ തോക്കുന്ന BJP ആണ്. കോൺഗ്രസ് അവിടെ ജയിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന പോലത്തെ ഇക്വേഷൻ 96 or 97 ഒരു അൺസ്റ്റേബിൾ ഗവൺമെന്റിന്റെ ഇക്വേഷൻ വരാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് കോൺഗ്രസ് പവർ ഹംഗ്രി ആയിട്ട് നിൽക്കുകയാണ്. ഇഫ് ദേ ഹാവ് ദ പവർ മങ്കറിങ് ആറ്റിറ്റ്യൂഡ്, അത്രയും ആറ്റിറ്റ്യൂഡ് ഒരു കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു അൺസ്റ്റേബിൾ ഗവൺമെന്റ് ആയി പോകും. അല്ലെങ്കിൽ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുമോ അങ്ങനെ വല്ലതൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെയിടാൻ പറ്റും. അല്ലെങ്കിൽ ഉറപ്പാണ് ഈ പറയുന്ന പോലെ അഭിലാഷ് പറഞ്ഞതുപോലെ കോൺഗ്രസ് BJPയെ മാറ്റിയിട്ട് കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരിക. അതൊന്നും ചിന്തിക്കുക പോലും വേണ്ട. അത് നമ്മളുടെ സമീപ ഭാവിയിലെങ്കിലും ഒരു 15-20 വർഷത്തേക്കെങ്കിലും കോൺഗ്രസ് തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പവറിലേക്ക് ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് BJPയെ മാറ്റി നിർത്താമെന്നുള്ളതാണ്. കാര്യം ബാക്കിയുള്ള പാർട്ടിയായിട്ടൊക്കെ അവർക്ക് മാന്യമായ അലയൻസ് ഉണ്ട്, മാന്യമായ റിലേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവർ ചെയ്യേണ്ടത് ഇവരെ മാറ്റി നിർത്താനുള്ള ഇക്വേഷൻ നടക്കുക. തന്നെ ഒന്നും അധികാരം രാഹുൽ ഗാന്ധി 250 സീറ്റ് മേടിച്ച് റെഡ് ഫോർട്ടിൽ നിന്ന് പ്രസംഗിക്കുന്നതൊക്കെ സ്വപ്നം കാണാൻ പറ്റുമെന്നല്ലാതെ കാര്യം നടക്കത്തില്ല. മാന്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അലയൻസ് ഉണ്ടാക്കുക. ലെറ്റ് എ പേഴ്സൺ, എ തേർഡ് പേഴ്സൺ ബി ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് റിമൂവ് ദ ഫാസിസ്റ്റ്. ഒരു സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിക്ക് 2019 തനിയെ ഭരിക്കാമെന്ന് ഞാനും വിചാരിക്കുന്നില്ല. ശ്രീ ലാൽകുമാർ, കോൺഗ്രസിന് പരമാവധി പ്രതീക്ഷിക്കുന്നത് 150-160 റേഞ്ചിലുള്ള സീറ്റുകളാണ്. അവർ പോലും അങ്ങനെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ ഏറ്റവും വലിയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് പിന്നിൽ ഘടകകക്ഷികൾ അണിനിരക്കുകയും അങ്ങനെ ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രി ഉണ്ടാവുകയും ചെയ്യുമോ? എങ്ങനെയാണ് 2004-ലെ പരീക്ഷണം 2019 ആവർത്തിക്കാൻ കഴിയുക? ഇതായിരിക്കുമല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ മുമ്പിലുള്ള കാര്യം. എല്ലാം നമുക്ക് കാത്തിരുന്ന് മാത്രം കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കണമെന്നില്ല രാഷ്ട്രീയത്തിൽ. വളരെ നന്ദി ശ്രീ AN ഷംസീർ, ശ്രീ KV തോമസ്, ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ N ലാൽകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേള.